നമസ്കാരം, ഗുഡ് മോർണിംഗ് കേരളം. ഒരു ദിവസം ഒരു യുവാവ് ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്നു. ആ ബസ്സിലാണെങ്കിൽ നല്ല തിരക്കായിരുന്നു. അടുത്ത സ്റ്റോപ്പിൽ ഒരു വയസ്സായ അമ്മ കയറി. അവർക്ക് നിൽക്കാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു. യുവാവ് ഒന്നും ആലോചിക്കാണ്ട് ഇരുന്നോളൂ അമ്മേ എന്ന് പറഞ്ഞ് തൻ്റെ സീറ്റ് അവർക്ക് കൊടുത്തു. അത്രമാത്രം. അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങുന്നതിന് മുൻപ് ആ അമ്മ അയാളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, ഇന്ന് നീ ചെയ്തത് ചെറിയൊരു കാര്യമാണെന്ന് നിനക്ക് തോന്നാം, പക്ഷെ എനിക്ക് അത് വലിയൊരു സഹായമായിരുന്നു. യുവാവ് ചിരിച്ചുകൊണ്ട് ഇറങ്ങി. പക്ഷേ ആ ദിവസം മുഴുവൻ ആ വാക്കുകൾ അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു. നമ്മൾ പലപ്പോഴും കരുതാറുണ്ട് ഒരു വലിയ കാര്യമൊക്കെ ചെയ്താലേ മറ്റൊരാൾക്ക് ഉപകാരപ്പെടുമെന്ന്. പക്ഷെ അതങ്ങനല്ല. ഒരു ജെനുവിൻ ചിരി അല്ലെങ്കിൽ ഒരു താങ്ക് യു എന്നുള്ളൊരു വാക്ക്, അല്ലെങ്കിൽ വിഷമിച്ചിരിക്കുന്ന ഒരാളോട് എന്താ പറ്റിയത് എന്നൊന്ന് ചോദിക്കുന്നത്, അതുമല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചെറിയൊരു സഹായം, ഇതൊക്കെ മതി സത്യം പറഞ്ഞാൽ ഒരാളുടെ ദിവസത്തെ തന്നെ മാറ്റാൻ. നമ്മൾക്കത് ചിലപ്പോൾ വെറും ഒരു 30 സെക്കൻഡിൻ്റെ കാര്യം മാത്രമായിരിക്കും, പക്ഷെ മറ്റൊരാൾക്ക് ഒരു പക്ഷെ അതായിരിക്കും ആ ദിവസത്തെ തന്നെ ഏറ്റവും നല്ല 30 സെക്കൻഡുകൾ. അതുകൊണ്ട് ഇന്ന് വലിയൊരു നല്ല കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും കാത്തിരിക്കാതെ ചെറിയ ഒരു നന്മ ചെയ്യാൻ ശ്രമിക്കാം നമുക്ക്. കാരണം നമുക്കറിയില്ലല്ലോ നമ്മുടെ ഒരു ചെറിയ കൈൻഡ്നെസ് മറ്റൊരാളുടെ ജീവിതത്തിൽ എത്ര വലിയൊരു ഓർമ്മയായി മാറുമെന്ന്. ഇന്നത്തെ ദിവസത്തിന് ന്യൂസ് 18 സംബന്ധിച്ച് 2 പ്രത്യേകതകളുണ്ട് കേട്ടോ. പ്രേക്ഷകർക്കെല്ലാം അറിയാവുന്നതാണ് സംസ്ഥാനത്തെ ലഹരിക്കണ്ണികൾക്കെതിരെയും ലഹരി വ്യാപനത്തിനെതിരെയും ഞങ്ങൾ നടത്തുന്ന AD 2026 ക്യാമ്പയിനെ കുറിച്ച്. കഴിഞ്ഞ അധ്യയന വർഷം തുടങ്ങി വെച്ചതാണ് ഈ ക്യാമ്പയിൻ. ഇന്ന് സർക്കാർ തന്നെ നാട്ടിലെ ലഹരിക്കണ്ണികൾ പൊട്ടിച്ചെറിയാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ തൂഫാനുമായി മുൻപോട്ട് പോവുകയാണ്. ന്യൂസ് 18 AD 2026 2ാമത്തെ എഡിഷൻ ഇന്ന് തൃശൂർ എൽത്തുരുത്തിലെ സെന്റ് അലോഷ്യസ് കോളേജിൽ വെച്ച് നടക്കുകയാണ്. ഈ അധ്യയന വർഷം തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് സ്കൂളിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ് ഞങ്ങളുടെ ഈ ക്യാമ്പയിന്റെ 2ാം ഘട്ടത്തിന് തുടക്കമിട്ടത്. ഇന്ന് തൃശൂരിൽ നടക്കുന്ന പരിപാടിയിൽ അഡ്വക്കേറ്റ് രാജൻ ജെ പല്ലൻ MLA, തൃശൂർ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ, തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖ്, കോളേജ് മാനേജർ ഫാദർ എബ്രഹാം കുരിശ്ശേരി, പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ സുധീർ സെബാസ്റ്റ്യൻ, ഗായിക പ്രസീത ചാലക്കുടി, ഗായകൻ സന്നിധാനന്ദൻ, ബിഗ് ബോസ് താരം TS അനീഷ് തുടങ്ങിയവർ പങ്കെടുക്കും. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് കേട്ടോ ഇന്നത്തെ നമ്മുടെ ദിവസത്തിന്. ന്യൂസ് 18 കേരളത്തിന്റെ ഓണപ്പാട്ട് ഇന്ന് പുറത്തിറങ്ങുകയാണ്. ഇനി 8 ദിവസം കഴിഞ്ഞാൽ നമ്മുടെ തിരുവോണമാണ്. ഈ ഓണത്തിന് നമുക്ക് ന്യൂസ് 18 ഓണപ്പാട്ടും ഉണ്ടാകും. ഇതിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വിശദമായി നിങ്ങളിലേക്ക് നമ്മൾ വരുന്നതായിരിക്കും. അണിയറയിലുള്ളവരെയൊക്കെ നമുക്ക് പരിചയപ്പെടാം ഉടൻ തന്നെ. അതിനു മുമ്പ് ചാൻസ് ഗോൾഡ് പ്രസൻസ് ന്യൂസ് മോർണിംഗിലേക്ക് എൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. പ്രതീക്ഷയുടെ വാതിൽ തുറന്ന് വിഴിഞ്ഞം. സമ്പൂർണ്ണ കയറ്റിറക്കുമതി തുടങ്ങുന്ന വിഴിഞ്ഞം എക്സം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ് സോനോവാൾ മുഖ്യ അതിഥി. കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റുന്ന മിഷൻ സമുദ്ര പദ്ധതിക്കും ഇന്ന് തുടക്കം. കേന്ദ്രമന്ത്രിസഭാ പുനഃസംഘടന ഉടൻ. BJP ദേശീയ നേതൃത്വത്തിലെ അഴിച്ചുപണിക്ക് പിന്നാലെ മന്ത്രിസഭയിൽ മാറ്റങ്ങൾക്ക് സാധ്യത. ട്രഷറർ സ്ഥാനത്തെത്തിയ പീയൂഷ് ഗോയലിനെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കിയേക്കും. കർണാടകത്തിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ വീണ്ടും പരാതികൾ. വോട്ടർമാരോടുള്ള അനീതിയിൽ ഇടപെടണമെന്ന് നടൻ പ്രകാശ് രാജും വിവിധ സംഘടനകളും. കർണാടക മുഖ്യമന്ത്രിക്ക് പരാതി. മലയാളികൾക്ക് ന്യൂസ് 18 ഓണ സമ്മാനം. ന്യൂസ് 18 പുതിയ ഓണപ്പാട്ട് പുറത്തിറങ്ങുന്നു. വരികൾ എഴുതിയത് ന്യൂസ് 18 കൺസൾട്ടിംഗ് എഡിറ്റർ ലീൻ വി ജസ്മസ്. ഈണമിട്ടത് സംഗീത സംവിധായകൻ ശ്രീനേഷ് L പ്രഭു. ആലാപനം വിനീത് എസ്തപ്പാൻ. ഗാസയിൽ വീണ്ടും സംഘർഷ സാധ്യത. ഗാസയിൽ നിന്നും പിന്മാറില്ലെന്ന് ഇസ്രായേൽ. ഹമാസ് ആയുധം ഉപേക്ഷിക്കും വരെ പിന്നോട്ടില്ലെന്നും പ്രഖ്യാപനം.
വരുന്ന 26-ാം തീയതി തിരുവോണമാണ്. ലോകമെങ്ങുമുള്ള മലയാളികൾ ഓണം വൈബിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞു. അതിനായി ന്യൂസ് 18ന്റെ ഓണസമ്മാനം ഇതാ നിങ്ങളുടെ മുൻപിലേക്ക് വരികയാണ്. ന്യൂസ് 18 ഓണം ഇങ്ങ് എത്തി. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നിച്ച് ന്യൂസ് 18ന്റെ ഈ ഒരു ഓണപ്പാട്ടിലേക്കൊന്ന് പോയി തിരികെ വരാം. ഒരു കിളി പാടി ചിങ്ങത്തൊടി മേലെ ആവണിയായി പൊന്മലയാളത്തിൻ തിരുനാളാ കതിർച്ചൂടി വയലാകെ പൂമൂടിച്ചെരിവാകെ തിരകളിലാർപ്പായി മേളം തിത്തൈ തിമിതത്തൈ കഥ പറയും വഴികളിലൂടെ ഊഞ്ഞാൽ പാട്ടീണം മൂളി കസവിൻ പൊന്നാടകൾ ചുറ്റി ഓണമിങ്ങെത്തി കസവിൻ പൊന്നാടകൾ ചുറ്റി ഓണമിങ്ങെത്തി. അങ്ങനെ ഓണത്തിന് നമുക്ക് പാടാൻ ന്യൂസ് 18ന്റെ ഓണപ്പാട്ടും റെഡിയായി. ന്യൂസ് 18 കൺസൾട്ടിംഗ് എഡിറ്റർ ലീൻ ബി ജസ്മസ് വരികൾ എഴുതി ശ്രീനേഷ് എൽ പ്രഭു ഈണമിട്ടതാണ് ഈ മനോഹരമായ ഗാനം. വിനീത് എസ്തപ്പാനാണ് ആലപിച്ചിരിക്കുന്നത്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത്രയും നേരം അത് സസ്പെൻസ് ആക്കി വെച്ചതാണ്. ഞങ്ങളുടെ ഡെപ്യൂട്ടി ക്രിയേറ്റീവ് ഡയറക്ടർ SA അഭിലാഷ് കുമാർ കാട്ടാക്കട പൂർണ്ണമായി AI ഉപയോഗിച്ചാണ് ഈ ഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരം നടത്തിയത് എന്നതാണ് ആ പ്രത്യേകത. ഇനി ഈ പാട്ടായിരിക്കും നമ്മുടെ ഓണത്തിന്റെ ഈണവും താളവും എല്ലാം. ഇപ്പോൾ ന്യൂസ് 18 ഓണമിങ് എത്തിയിരിക്കുകയാണ്. പാട്ടിന് ഈണമിട്ട ശ്രീനേഷ് എൽ പ്രഭു നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് സാർ. ആദ്യമായി തന്നെ ഓണത്തിന്റെ എല്ലാ ആശംസകളും നേരുന്നു. മനോഹരമായ ഒരു ഓണക്കാലത്തിലേക്ക് നമ്മളിപ്പോൾ കടക്കുകയാണ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഓണത്തിന്റെ ഫീലും ഇന്നത്തെ ജനറേഷൻ്റെ ഒരു മ്യൂസിക്കൽ ടേസ്റ്റ് ഒക്കെ കുറച്ച് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇതിനെ എങ്ങനെ ബാലൻസ് ചെയ്ത് ഈ ഒരു പാട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നു സാർ? ഇത് എനിക്ക് ലീൻ സാർ അയച്ചുന്ന ലിറിക്സ് വളരെ ഗൃഹാതുരത്വം ഉള്ള രീതിയിലുള്ള, അതേസമയം നല്ല കാവ്യാത്മകമായുള്ള ലിറിക്സ് ആയിരുന്നു. അപ്പം അത് ട്രഡീഷണൽ ആയിട്ടുള്ളതിന് ഏറ്റവും ആപ്റ്റാണ്. അപ്പം അതേസമയം പുതിയ ജനറേഷൻ്റെ ടേസ്റ്റ് അറിഞ്ഞുകൊണ്ട് ആ ഗ്രൂവ് ബീറ്റ്സ് ഒക്കെ ആ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ വർക്കാവുള്ളൂ. അതുകൊണ്ട് ആ പുതിയ രണ്ടും കൂടെ ബ്ലെൻഡ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. കാരണം എങ്ങനെ വന്നാലും ഓണത്തിനൊരു കോമൺ ഫോർമാറ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു പാറ്റേൺ വിട്ടു പോവുകയും ചെയ്യരുത്. അതേസമയം അതിലെന്തെങ്കിലും പുതുമ കൊണ്ടുവരണമെന്നുകൊണ്ടാണ് ഇങ്ങനത്തെ ഗ്രൂവ് യൂസ് ചെയ്തത്. അത് ന്യൂ ജനറേഷൻ ഏറ്റവും ഫോളോ ചെയ്യുന്ന ഗ്രൂവ് തന്നെ യൂസ് ചെയ്ത് ചെയ്യുന്നത് ബീറ്റ്സ് ആയിട്ട്. സാർ അതേപോലെ ഈ പാട്ട് എനിക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. ഒരു സാധാരണയുള്ള ഒരു ഓണം വൈബൊക്കെ വിട്ട് കുറച്ച് ഡിഫറൻറ്റ് സംഭവം. ഈ ഒരു പക്ഷേ ഈ പാട്ടിൽ ഏറ്റവും ഒരു സ്പെഷ്യൽ എലമെന്റ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് എന്തായിരിക്കും? അത് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ലിറിക്സ് തന്നെയാണ് എനിക്ക് സ്പെഷ്യലായിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം അത് കിട്ടിയ ഉടനെ തന്നെ എനിക്ക് എന്തോ വലിയ നമ്മുടെ നേരത്തെ പോയറ്റ്സൊക്കെ എഴുതി തരുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് ലീൻ സാർ അയച്ചു തന്നത്. അഭിലാഷ് വഴിയാണ് വന്നത്. അപ്പോഴത്തേക്കും അത് കിട്ടിയപ്പോൾ തന്നെ മനസ്സിൽ സ്പാർക്ക് ചെയ്തു ഇങ്ങനൊരു ഇത് ചെയ്യാൻ. കാരണം അത് തന്നെ ഏറ്റവും വലിയ പ്രചോദനം. അധികം ടൈമൊന്നും അതുകൊണ്ട് സ്പെൻഡ് ചെയ്യേണ്ടി വന്നില്ല. അത് ആ ലിറിക്കൽ ക്വാളിറ്റി തന്നെയാണ് ഫസ്റ്റ്. പിന്നെ എങ്ങനെ വന്നാലും വിഷ്വൽ അഭിലാഷ് നേരത്തെ ചെയ്ത കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ വിഷ്വലിൽ വളരെയധികം പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ വിഷ്വൽ ഏതായാലും ഗംഭീരമായ ഒരു വിഷ്വലാണ്. തീർച്ചയായും നല്ല വിഷ്വൽസും നല്ല ഈണവും നല്ല ലിറിക്സും എല്ലാം കൂടി വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു അടിപൊളി ഔട്ട്പുട്ടാണ് ഈ ഒരു ഓണത്തിന് നമ്മളിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനി ചേട്ടനെ കുറിച്ചൊന്ന് പറയാമോ? നാട് എവിടെയാണ്, അതുപോലെ സംഗീത രംഗത്തെ മുൻ വർക്കുകൾ, ഇതൊക്കെ അറിയാൻ ഞങ്ങൾക്ക് പ്രേക്ഷകർക്കും എല്ലാവർക്കും താല്പര്യമുണ്ട്. ഞാൻ ബേസിക്കലി ആലപ്പുഴയിൽ നിന്നാണ്. ജനിച്ചൊക്കെ ചങ്ങനാശ്ശേരി ആണെങ്കിലും പിന്നീട് ആലപ്പുഴയിലോട്ടായി. അച്ഛനമ്മ, ഞാൻ, അനിയന്, പിന്നെ ഞങ്ങളുടെ വൈഫ്, പിള്ളേരെല്ലാവരുമായിട്ട് ആലപ്പുഴയാണ്. പിന്നെ മ്യൂസിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്റ്റാർട്ട് പഠിച്ചത് ഫസ്റ്റ് അമ്മയിൽ നിന്നായിരുന്നു. മ്യൂസിക്, അമ്മ കർണാട്ടിക് മ്യൂസിക് അത്യാവശ്യം പഠിച്ച ആൾ, ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുമാണ്. പിന്നെ അച്ഛനും പാടും. പിന്നെ തോമസ് ഡി തൈക്കാട്ടുശ്ശേരിയിൽ ചങ്ങനാശ്ശേരി, അദ്ദേഹമാണ് എൻ്റെ മ്യൂസിക്കൽ ഗുരു എന്നത്. പിന്നെ ഇപ്പോൾ തിരുവമ്പാടി ശ്രീകുമാർ, അദ്ദേഹം. പിന്നെ ഫസ്റ്റ് ചെയ്തത് കേരളത്തിനെ പറ്റി തന്നെയുള്ളൊരു സോങ് ആയിരുന്നു, വിസ്മയ കേരളം എന്ന് വെച്ചാൽ 2018. കോയിൻസിഡൻ്റലി അത് ന്യൂസ് 18 ആണ് ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്തത് അതിനെപ്പറ്റിയുള്ളൊരു കാര്യം. അത് ഒരു മീൻസ് എന്നെ ഫസ്റ്റ് അങ്ങനെ ഒരു മീഡിയ വന്നത് ന്യൂസ് 18 തന്നെയാണ്. പിന്നെ അതിനുശേഷം കുറേ ചെയ്ത് എല്ലാ സോഷ്യൽ സബ്ജക്ട്സ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. നിർഭയ അങ്ങനത്തെ ഒരു കാര്യം ചെയ്തു. പിന്നെ
വനസംരക്ഷണത്തിന് വേണ്ടി ഹതകുഞ്ചര എന്നൊരു സാൻസ്ക്രിറ്റ് സംഭവം ചെയ്തു. അത് WWF ഇന്ത്യ അടുത്ത് ഷെയർ ചെയ്യുകയും ചെയ്തു. പിന്നെ വേൾഡ് പീസിന്റെ ഒരു സംഭവം ഞാൻ ചെയ്തായിരുന്നു, വൈറ്റ് ഡോ ആൻഡ് ബ്ലാക്ക് ബെറീസ്. അത് റസൂൽ പുക്കുട്ടി സാറാണ് അതിന്റെ പോസ്റ്റർ റിലീസ് ഒക്കെ ചെയ്തത്. ഔസേപ്പ് ബച്ചൻ സാർ അതിന്റെ സോങ് റിലീസ് ചെയ്തിരുന്നു. പിന്നെ ജെൻഡർ ഇക്വാലിറ്റിയുടെ ഒരെണ്ണം ചെയ്തിരുന്നു ഞാൻ, സർവസ്ത്രീ സ്വാതന്ത്ര്യ മർഹതി എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ നസ്ത്രീ റീറൈറ്റ് അവർ തിരുത്തു വരുത്തിയിട്ട്. അപ്പം അങ്ങനെ എല്ലാം ടീമും അങ്ങനെയായിരുന്നു. പിന്നെ ഇപ്പോൾ റീസെൻ്റ്ലി ചെയ്തത് നമ്മുടെ ഇലക്ഷൻ, തമിഴ്നാട് ഇലക്ഷൻ്റെ സമയത്ത് വിജയ് സാർ ജയിക്കുമല്ലോ നമുക്കറിയില്ല, എങ്കിലും ജയിച്ചെങ്കിൽ എന്ന് വിചാരിച്ച് ചെയ്തൊരു സാധനം ഞാൻ സ്റ്റാറ്റസ് ഇട്ട് ഡിലീറ്റ് ചെയ്തു. അത് യാദൃശ്യമായിട്ട് കൂട്ടുകാരൻ കണ്ടു. അങ്ങനെ അഭിലാഷാണ് ഫസ്റ്റ് അത് ന്യൂസ് 8-ൻ്റെ ആ സത്യപ്രതിജ്ഞ ചടങ്ങുണ്ടായിരുന്നല്ലോ വിജയ് സാറിൻ്റെ. അപ്പോൾ ആ സമയത്ത് അത് ബാക്ക്ഗ്രൗണ്ടിൽ മുഴങ്ങിയത് ഞാൻ ചെയ്തതായിരുന്നു. അതിനുശേഷം അത് ബർത്ത്ഡേ സമയത്തും അത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. റീസെന്റ് ചെയ്തത് തലപതി റാപ്പാണ്. തളപതി റാപ്പ് ആക്ച്വലി ഞാൻ കേട്ടിരുന്നു. സത്യം പറഞ്ഞു, ഓരോ പാട്ടും പ്രേക്ഷകരിലേക്ക് എത്തുന്നതിന് മുന്നേ പിന്നിൽ ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട്. ഞാനും കുറച്ചൊക്കെ മ്യൂസിക്കൽ മേഖലയിൽ നിന്നിട്ടുള്ള ഒരാളാണ്. നമ്മൾ ലിറിക്സ് എഴുതുന്നത് തൊട്ട് തന്നെ ഈണം കൊടുക്കുന്നത് തൊട്ട് ട്രാക്ക് പഠിപ്പിച്ച് സ്റ്റുഡിയോയിൽ വന്ന് റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് മിക്സ് ചെയ്ത് കുറേ വർക്ക് ഉണ്ട് ഇതിൻ്റെ ബാക്കിൽ. അപ്പം ഈ ഒരു പാട്ട് നമ്മുടെ ഓഡിയൻസിലേക്ക് എത്തുമ്പോൾ ഈ ഒരു അവസരത്തിൽ എന്താണ് നമ്മളോട് പറയാനുള്ളത്? ശരിക്കും ഒരു വലിയ എഫേർട്ട് തന്നെ ഉണ്ട്. ഇപ്പം പുതിയ ജനറേഷൻ പുതിയ മറ്റേ AI സംഭവമൊക്കെ വന്നെങ്കിലും നമ്മൾ മാനുവലായിട്ടൊരു ജീവൻ കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ, അതെപ്പോഴും അതിന് ഒരു പ്രത്യേകതയുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം ഈ ലിറിക്സ് അത്രയും നല്ലതായിരുന്നു. അതുകൊണ്ട് അതുപോലെ നല്ലൊരു ഇണം ചെയ്യാൻ ഞാൻ അതെൻ്റെ ഉത്തരവാദിത്വമായി. പിന്നെ പാടിയത് വിനീത് അസ്തപ്പൻ. പുള്ളി ആക്ച്വലി ഈ പാട്ടിൻ്റെ ബാക്ക് ബോൺ ആയിട്ട് നിന്ന ഒരാൾ പുള്ളിയാണ്. കാരണം ടെക്നിക്കൽ സൈഡ് എനിക്ക് പറയാനേ പറ്റൂ, അതെല്ലാം ചെയ്യുന്നത് അദ്ദേഹമാണ്. മ്യൂസിക് പ്രൊഡക്ഷൻ വിനീത് അസ്തപ്പനാണ്. ഓഡിയോ മാട്രിക് സ്റ്റുഡിയോ ആലപ്പുഴയിലുള്ള ആളാണ്. ഇപ്പം പുള്ളി എനിക്കൊന്ന് ഫസ്റ്റ് ആയിട്ടാണ് പാടുന്നത്. എനിക്കെന്തോ ഇത് ആപ്റ്റായിട്ട് തോന്നി പുള്ളിയുടെ ഒരു വോയിസ്. 3-4 വേറെ വോയിസസും നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അതേപോലെ ഈ ഒരു ലീൻ സാറ് വളരെ നല്ലൊരു എഴുത്തുകാരനാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ലിറിക്സ് കിട്ടിയപ്പോൾ തന്നെ ഈ ഒരു ട്യൂണാണോ ആദ്യം മനസ്സിലേക്ക് വന്നേ, അതോ ഇതിനു മുൻപും പല വേർഷൻസ് ഇതിനു വേണ്ടി ട്രൈ ചെയ്തിരുന്നോ? ആക്ച്വലി ഫസ്റ്റ് വന്നത് വേറെ ട്യൂണാണെങ്കിലും അത് പക്ഷെ ഒരുപാട് ട്രഡീഷണലാണ്. കാരണം എന്ന് വെച്ചാൽ ജസ്റ്റ് മ്യൂസിക്കലി പറയുകയാണെങ്കിൽ മിക്ക ഓണം സോങ്സിൻ്റെയും ബേസിക്കായിട്ട് ആനന്ദഭൈരവിയുടെ ഷെയ്ഡ് വന്നിരുന്ന രീതിയിലാണ്. ആനന്ദഭൈരവി ആണെങ്കിൽ അത് മോസ്റ്റ്ലി അത് ഓണമാണ് എന്നൊരു. പക്ഷെ അതേസമയം നമ്മുടെ ബേസ് ആയിട്ടുള്ള മാവേലി നാട് ഈടും കാലം അറബിയിലാണ്. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് നാളായിട്ട് ആൾക്കാരത് ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ടാണ് ഇതിൽ അതിൻ്റെ ഷെയ്ഡ്സ് ആണ് കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത്. ആനന്ദഭൈരവിയുടെ ഷെയ്ഡ്സോ? അല്ല, സോറി, അറബി. ഇതിൽ അറബിയുടെ ഷെയ്ഡ്സ് യൂസ് ചെയ്തിരിക്കുന്നു. ശരി ശരി. നമ്മൾ സാധാരണ ഒരു ന്യൂസ് ചാനലിലേക്കൊക്കെ നമ്മൾ എത്തുക വാർത്തകളിലൂടെയൊക്കെയാണല്ലോ. പക്ഷെ ഇപ്പൊ ഒരു സോങ്ങിലൂടെ അവരിലേക്ക് എത്തുമ്പോൾ ശരിക്കും വാട്ട് ഡു യു ഫീൽ? അയ്യോ, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പ്രതീക്ഷിക്കാതെ വരുന്നൊരു സംഭവമാണല്ലോ. കാരണം ഇത് ചിലപ്പോൾ വൺസ് ഇൻ എ ലൈഫ് ടൈം ഒക്കെ ചിലർക്ക് കിട്ടാൻ. നമ്മളെപ്പോലെ ഒരു മ്യൂസിഷ്യൻ അല്ലാത്ത, ഞാനൊരു ബാങ്കറാണ്, ധനലക്ഷ്മി ബാങ്കിൽ ഒറ്റപ്പാലം ബ്രാഞ്ചിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഒരു ബാങ്കർ എന്ന നിലയ്ക്ക് ഇതൊരു ഭയങ്കര ഇതാണ്. ബാങ്കർ മ്യൂസിഷ്യൻ അത് ബാലൻസ് ചെയ്ത് പോകുന്ന ഒരാളെ സംബന്ധിച്ച് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി വളരെ വലുതാണ്. ഇപ്പം എന്താ, ഈ ഓണം ഏതായാലും തകർത്തു, അങ്ങനെ വിശ്വസിക്കുന്നു. സാറ് എനിക്ക് തോന്നുന്നത് കുറച്ച് പുതിയ വൈബ് സംഭവങ്ങളും കൂടെയൊക്കെ ട്രൈ ചെയ്യുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ ഒരു പാട്ട് ചെയ്തപ്പോൾ നമ്മുടെ എല്ലാ ജനറേഷൻസിലുള്ള ആൾക്കാരെ കണക്ട് ചെയ്യണം. ഓണം എന്ന് പറയുമ്പോൾ അതിന് എന്തൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു ട്രഡീഷനുണ്ട്, അത് വിട്ടുപിടിക്കാനും പറ്റത്തില്ല. പക്ഷെ എന്നാലും ജെൻസീസിനും അത് എൻജോയ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ആ ഒരു സംഭവമൊക്കെ എങ്ങനെയാണ് ഈ ഒരു പാട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്? നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മളിപ്പം പണ്ട് നമ്മളിപ്പോൾ ഹിസ്റ്ററി ആണെങ്കിലും മറ്റേ എപ്പിക്സ് ആണെങ്കിലും എല്ലാ സംഭവം നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന പഴയ ആൾക്കാർ മാത്രമാണ് അതിനെപ്പറ്റി കൂടുതലെന്ന്. പക്ഷേ ഞാൻ നോക്കിയിട്ട് ജെൻസീസ് കൂടുതൽ ഡീപ്പ് റൂട്ടഡ് ആയിട്ട് അവർ അതിനെപ്പറ്റി മനസ്സിലാക്കുന്നവരാണ്. അതുകൊണ്ട് അവർക്ക് ട്രഡീഷൻ തന്നെ വേണം എന്ന രീതിയിലാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ട്രഡീഷന് വേറൊരു സംഭവം റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവർക്കും വർക്കാവാൻ സാധ്യത കുറവാണ്. അപ്പം ട്രഡീഷണലായിട്ടുള്ള ഒരു സ്ട്രക്ചർ, ഒരു സ്കെൽറ്റൻ വെച്ചുകൊണ്ട് ബാക്കി ബാക്കപ്പ് അവരിഷ്ടപ്പെടുന്ന പുതിയ രീതിയിലുള്ള സൗണ്ട്സ് യൂസ് ചെയ്തു. അതാണ് ചെയ്തത്. ഞാൻ കുറേ ഇങ്ങനെ അവർ ഇത് കേൾക്കുന്നു എന്ന് ശ്രദ്ധിക്കാറുണ്ട്, ഒരുപാട് ലേറ്റസ്റ്റ് ട്രെൻഡും കാര്യങ്ങളൊക്കെ. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ടേസ്റ്റും കിട്ടില്ല. ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് മലയാളികൾക്കൊക്കെ ഒരുപക്ഷെ ഒരു ശരിക്കും പറഞ്ഞ ഒരു ആഘോഷം തന്നെയാണ്. ഒരുപാട് ഓണപ്പാട്ടുകളുണ്ട്. അതിൽ നിന്നൊക്കെ ഈ ഒരു ഓണപ്പാട്ടിന് എന്താണ് കുറച്ച് ഡിഫറെൻ്റ് ആക്കുന്നത്? അതിൻ്റെ വിഷ്വൽസ് ആണോ അതോ എന്താണ്? ചേട്ടനെ സംബന്ധിച്ച് ഒരു പാട്ട് ചെയ്യുമ്പോൾ എന്താണ് മനസ്സിലുണ്ടായിരുന്നത്? ഓണം ഓർമ്മകളൊക്കെ തന്നെ ആയിരുന്നോ?
തീർച്ചയായിട്ടും. അയ്യോ! ആ വരികൾ ഞാൻ പറഞ്ഞില്ലേ, ആ വരികൾ കൂടെ തന്നെ ഞാൻ ശരിക്കും പറഞ്ഞാൽ മനസ്സുകൊണ്ട് സഞ്ചരിച്ച അവസ്ഥയായിരുന്നു. ഞാൻ വരികൾ തന്നെയാണ് ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നത്. ആ വരികളാണ് ഇങ്ങനെ ഒരു ഈണത്തിനും പക്ഷെ അതിന് മുകളിലായിട്ട് ദൃശ്യം ചെയ്യാൻ കഴിവുള്ള ഒരാളാണ് അഭിലാഷ്. അതുകൊണ്ട് ഞാൻ കണ്ടിട്ടുമുണ്ട് അദ്ദേഹത്തിന് വർക്കുകൾ. അപ്പോൾ ഇത് ഗംഭീരമായിട്ടുണ്ട്. ആ ഒരു കോൺസെപ്റ്റും കാര്യങ്ങളും ഒക്കെ വളരെ പുതിയതാണ്. എന്ന് വെച്ചാൽ ചിലർ ഇങ്ങനെ ഒരു ഫോറിൻ ഒരു ആൾ വരുന്ന രീതിയിലുള്ള കോൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടാകും. പക്ഷേ ഇത് യൂസ് ചെയ്തിരിക്കുന്ന രീതി കേരളത്തിന്റെ എല്ലാ പ്രമുഖ സംഭവങ്ങളും അത് ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. അത് എക്സെപ്ഷണൽ ആയിട്ട് തോന്നി. വീഡിയോ ഭയങ്കര ഒരു സംഭവം തന്നെയാണ് ശരിക്കും. ഇപ്പൊ ഇത് ലിഫ്റ്റ് ചെയ്യാനായിട്ടുള്ള എല്ലാ ശക്തിയും വീഡിയോയ്ക്കുണ്ട്, മ്യൂസിക്കിനെ അതെ പോലും. തീർച്ചയായും അതെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിഷ്വൽസ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. ലിറിക്സിനും അതിൻ്റെ ട്യൂണിനും എല്ലാം ചേർന്ന് പോകുന്ന കൈൻഡ് ഓഫ് വിഷ്വൽസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈ ചേട്ടൻ്റെ ഓണം ഓർമ്മകളിലൊക്കെ പാട്ടിന് എത്രത്തോളം സ്ഥാനമുണ്ട്? ചേട്ടൻ ചെയ്യുന്ന ആദ്യത്തെ ഓണപ്പാട്ടാണോ ഇത്? ഞാൻ നേരത്തെ ഒരു ഓണം സോങ് ചെയ്തിട്ടുണ്ട്. അതൊരു കോമ്പറ്റീഷന് വേണ്ടിയായിരുന്നു. പക്ഷെ അത് ബാങ്കിന്റെ ഒരു സംഭവം തന്നെയാണ്. പക്ഷെ ബാങ്കിന് അന്ന് ആ ഡിസ്ട്രിക്ട് ലെവലിൽ ഞങ്ങളുടെ ബാങ്ക് ഫസ്റ്റ് വരികയും ചെയ്തു. എറണാകുളം വെച്ചായിരുന്നത്. അത് വേറൊരു രീതിയിൽ അത് വേറൊരു മീൻസ് ഗ്രൂപ്പായിട്ട് പാടുന്നതാണ്. ഒരാൾ ലീഡ് വെച്ചിട്ടുള്ളൊരു സോങ് ആയിരുന്നു. അതാണ് ഫസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇത് സ്റ്റാൻഡ് ലോൺ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. മറ്റേ ലിറിക്സ് ഞാൻ തന്നെ എഴുതുന്നു. എനിക്ക് ശരിക്കും ലിറിക്സ് വേറൊരാൾ തരുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ലിറിക്സ് കിട്ടി തന്നെയാണ് അതും ചെയ്യാറ്. പക്ഷെ ചേട്ടൻ നല്ലൊരു എഴുത്തുകാരൻ കൂടിയാണെന്ന് നമ്മൾ അറിഞ്ഞു. എൻ്റെ ശരിക്കും പറഞ്ഞാൽ മോസ്റ്റ്ലി മിക്ക സോങ്സും ഇപ്പൊ സാൻസ്ക്രിറ്റ് ചെയ്ത ഹതകുഞ്ചരെ ഞാൻ തന്നെ എഴുതിയത്. ഇംഗ്ലീഷ് എല്ലാത്തിലും ഞാൻ തന്നെ മോസ്റ്റ്ലി എഴുതിയിട്ടുള്ള ആ തമിഴ് സോങ്സ് എല്ലാം ഞാൻ തന്നെയാണ് എഴുതിയത്. പിന്നെ എൻ്റെ 3-4 സോങ്സ് സുരേഷ് നാരായണൻ എന്നൊരു ഫ്രണ്ട് ഉണ്ട്, അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് സോങ്സ് ഒക്കെ വേറെ ആൾക്കാർ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ ഇത് പക്ഷെ എന്നെ സംബന്ധിച്ച് വലിയൊരു അവാർഡ് പോലെ, കാരണം ലീൻ സാർ എഴുതിയ ലിറിക്സ് എനിക്ക് ഇത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ചേട്ടൻ ഈ ഒരു മേഖലയിലേക്ക് ശരിക്കും പറഞ്ഞാൽ കാരണം പാട്ട് പാടുന്നവരുണ്ട്, എഴുതുന്നവരുണ്ട്, പക്ഷെ ഡയറക്റ്റ് ചെയ്യാന്നുള്ള ഒരു ഇതിലോട്ട് എങ്ങനെ എത്തിയത്? ആദ്യത്തെ പാട്ട് എന്തായിരുന്നു, എപ്പോഴായിരുന്നു? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് AR റഹ്മാൻ സാർ കാരണം തന്നെയാണ്. കാരണം പണ്ട് മുതൽ നമ്മൾ ഈ ചെറുതിലെ ഈ മറ്റേ കാസറ്റിന്റെ ബാക്കിലൊക്കെ ഇങ്ങനെ കീബോർഡും പിടിച്ചിരിക്കുന്ന പടം കാണുമ്പോഴത്തേക്ക് ഇതെന്താണ്, ഇവരുടെ ജോലി എന്താണെന്നാണ് ആദ്യം അന്വേഷിച്ചത്. അപ്പോൾ വരികൾ കിട്ടുമ്പോൾ അച്ഛൻ പറഞ്ഞത്, അപ്പോൾ വരികൾ കിട്ടുമ്പോൾ ട്യൂൺ ഇടുക, പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഓരോ ഓർക്കസ്ട്രേഷൻ ചെയ്യുക, ഇതൊക്കെയാണ് ഇവരുടെ ജോലി. അപ്പോൾ അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ പതുക്കെയാണ് മ്യൂസിക്കിന്റെ കാര്യത്തിലോട്ട് കടന്നത്. കൂടുതൽ ഇഷ്ടം തോന്നി. പക്ഷെ അതേസമയം കൈതപ്പുറം തിരുമേനിയൊക്കെ ലിറിക്സ് ആൻഡ് മ്യൂസിക് അദ്ദേഹം തന്നെ ചെയ്യും. അപ്പൊ അതും ഇൻസ്പയർ ആയി ഒരു വശം. അപ്പം ഞാൻ തന്നെ എഴുതി ഞാൻ തന്നെ മ്യൂസിക് ചെയ്യണം എന്നൊരു രീതിയിലാണ് കുറെ എണ്ണം ചെയ്തത്. ഫസ്റ്റ് സോങ് വിസ്മയ കേരളം 2018 ചെയ്തത്. അത് ഞാൻ അനിയന് അധികം ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാം ചേർന്ന്, എൻ്റെ വൈഫ് സ്നേഹ ഉൾപ്പെടെ ആണ് പാടിയിരിക്കുന്നത്. പിന്നെ അനിയൻ്റെ വൈഫ് വിദ്യ. അപ്പൊ ഒരു സംഗീത ഫാമിലിയാണ്. അത് ലീഡ് പാടിയത് എൻ്റെ ഫ്രണ്ട് തന്നെയാണ്, അനൂപ് കുമാർ വി എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം ധനലക്ഷ്മി ബാങ്കിൽ തന്നെ. ശരി ശരി. ഇനി വരാൻ പോകുന്ന പ്രോജക്ട്സിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് പറയോ? ശരിക്കും ഇപ്പൊ ബ്ലാങ്ക് ആണ്. ഇപ്പം പ്രത്യേകിച്ച് ഈ എന്തെങ്കിലും ഒരു സോഷ്യൽ ഇഷ്യൂ വരും, നമ്മളെ ഹുക്ക് ചെയ്യും, അപ്പോഴെല്ലാം സോങ് ചെയ്യും. ഏതെങ്കിലും ഒരെണ്ണം വന്ന് ഹുക്ക് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ഒരു പാട്ടായിട്ട് വരും. അതുപോലെ ഇൻസ്ട്രുമെന്റ്സ് ഹാൻഡിൽ ചെയ്യുമെന്ന് നമ്മളിങ്ങനെ അറിഞ്ഞു. വയലിൻ പഠിക്കുന്നുണ്ട്, കീബോർഡ് വായിക്കും. ഞാൻ വയലിൻ ഇപ്പൊ തിരുവമ്പാടി ശ്രീമാർ എന്ന് പറഞ്ഞ ആലപ്പുഴയിലുള്ള അദ്ദേഹമാണ് എൻ്റെ വയലിൻ ഗുരു. ഞാനും വൈഫും അനിയൻ്റെ വൈഫ് ഇങ്ങനെ ഞങ്ങൾ ഫാമിലിയിൽ 3 പേര് ഞങ്ങൾ വയലിൻ പഠിക്കുന്നുണ്ട്. പിന്നെ ഹാൻഡിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ കീബോർഡാണ് മെയിൻലി. പിന്നെ കുറച്ച് ഗിത്താർ, അതൊന്നും ഫുള്ള് പറയാൻ പറ്റില്ല. പിന്നെ ഒരു കലിംബ എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രുമെന്റ് ഉണ്ട്, ആഫ്രിക്കൻ. അങ്ങനെ കുറച്ച്, അത് ഭയങ്കരമായിട്ടല്ല എങ്കിലും കുറച്ച് ഇൻസ്ട്രുമെന്റ്സ് ഇങ്ങനെ നമുക്ക് ആ സൗണ്ട്സിന് വേണ്ടി നമ്മൾ കുറേ എണ്ണം മേടിച്ചു വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ആ സൗണ്ടുമായിട്ട് ഫെമിലിയാരിറ്റി ആവാനും ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ സൗണ്ട്സ് നമ്മൾ ക്യാച്ച് ചെയ്യുന്നത്. നമ്മൾ ഈ പഴയ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ എല്ലാത്തിനും ഓരോ രാഗങ്ങളുണ്ട്. എല്ലാ പാട്ടും തന്നെ പഴയ മ്യൂസിക് ഡയറക്ടേഴ്സ് ഒക്കെ ഓരോ രാഗങ്ങൾ അസോസിയേറ്റ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇപ്പോഴത്തെ പാട്ടുകളിലേക്ക്, ഇപ്പോഴത്തെ ജനറേഷനിലെ പാട്ടുകളിലേക്ക് വരുമ്പം ആ ഒരു സംഭവമൊക്കെ എനിക്കൊന്ന് കുറച്ചൊക്കെ ഒന്ന് പോയി തുടങ്ങി. ചേട്ടൻ ഒരു പാട്ട് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു രാഗം ബേസ് ചെയ്ത് ചെയ്യുന്ന ആളാണോ, അതോ അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് അങ്ങനെ കൊടുക്കാറില്ലേ? അല്ല, തീർച്ചയായിട്ടും. കാരണം നമ്മളെ സംബന്ധിച്ച് ചില സംഭവം ഇപ്പൊ ഞാൻ പറഞ്ഞ റാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും രാഗം പിടിക്കാൻ പറ്റത്തില്ല. അപ്പം ആ താളം വെച്ചിട്ടായിരിക്കും. ഇപ്പൊ റാപ്പ് ചെയ്യുമ്പോൾ ടക്ക 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 ആ ഒരു ബീറ്റ്സ് വെച്ചിട്ട് അതിൽ മാച്ച് ചെയ്യുന്ന രീതിയിലാണ് റാപ്പ് അധികം ചെയ്യാറ്. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അത് രാഗ ബേസ്ഡ് ആയിട്ട് ആവശ്യമുള്ളത്. ഇപ്പം ഒരു അഫക്ഷൻ ഒരു കാര്യം പറയാൻ വേണ്ടി നമുക്ക് അധികം വേണ്ടത് രാഗ ബേസ്ഡ് ആയിട്ടുള്ളതായിരിക്കും. ഇപ്പം ഈവൻ നമ്മൾ പറയുന്ന ന്യൂജൻ മ്യൂസിഷ്യൻ ഇപ്പോൾ സുഷിൻ ശ്യാം പോലുള്ള ആൾക്കാർ അവരും രാഗം യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവരെന്ന് വെച്ചാൽ സ്കെയിൽ മാറ്റി പിടിക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല.
ഏത് രാഗമാണ് കൺഫ്യൂഷൻ ആവും. അതെ. അതാണ് ഏറ്റവും വലിയ ഇത്. ഇപ്പൊ ഈവൻ അനിരുദ്ധും രാഗം യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാരും പറയുന്നത് പുള്ളി യൂസ് ചെയ്യുന്നത്, പക്ഷെ അദ്ദേഹം രാഗം യൂസ് ചെയ്യുന്ന ഒരുപാട് സോങ്സ് നമുക്ക് ചെയ്യുന്നുണ്ട്. മനസ്സിലാവത്തില്ല. സ്ലോ ആക്കി അദ്ദേഹം ഫാസ്റ്റ് ചെയ്യുന്ന സോങ് സ്ലോ ആയിട്ട് നമ്മൾ കേൾക്കുവാണെങ്കിൽ മനസ്സിലാവും അതൊരു രാഗം ഉണ്ടോ. അതെ, രാഗമില്ലാതെ ഒരു സംഭവം ഇല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. റൂട്ട് വേണമല്ലോ എല്ലാത്തിനും. വേണം. അതുപോലെ കർണാട്ടിക് മ്യൂസിക് ഒക്കെ ഒരുപാട് വർഷം പഠിച്ചിരുന്നോ? ഒരുപാട് വർഷമൊന്നും പഠിച്ചില്ല, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇടയ്ക്ക് കുറച്ചിങ്ങനെ കണ്ടിന്യൂസ് ബ്രേക്ക് ആയി. എങ്കിലും ഞാൻ ഒരുപാട് കേട്ട് പിന്നെ അത് കീബോർഡിൽ പ്ലേ ചെയ്ത് സ്വരങ്ങൾ ക്യാച്ച് ചെയ്ത് അങ്ങനത്തെ രീതിയിലാണ് ഉള്ള പഠനം. പിന്നെ ഈവൻ ബിജുപാൽ സാറടുക്കൽ ഉൾപ്പെടെ ഡൗട്ട് ചോദിക്കാനുള്ള ഫ്രീഡം ഉള്ളതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് വിളിക്കുമ്പോൾ അദ്ദേഹം അങ്ങനെ പറഞ്ഞു തരാറുണ്ട്. ഞങ്ങളുടെ ബാങ്കിൽ തന്നെ ഒരു മ്യൂസീഷ്യൻ ഉണ്ട്, അദ്ദേഹം അഭിരാമുണ്ണി എന്ന് പറഞ്ഞിട്ട് കർണാട്ടിക് മ്യൂസീഷ്യനാണ്. അദ്ദേഹം ഗൈഡ് ചെയ്യാറുണ്ട്. ഞാൻ എന്തെങ്കിലും ചിന്ന വോയിസ് നോട്ടായിട്ട് അദ്ദേഹം പാടി വെച്ച് തരും. അങ്ങനെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആലപ്പി ജോസി സാറ്. ഇപ്പൊ ഡൗട്ട്സ് ചോദിക്കുന്നത് ഇവരോടൊക്കെയാണ്. അപ്പൊ പിന്നെ കറക്റ്റ് ആയിട്ടുള്ളൊരു സമയം കിട്ടുമല്ലോ. ഇപ്പോ പാടും എഴുതും ഈണമിടും, എന്താണ് കീബോർഡ് വായിക്കും, ഗിറ്റാറിൽ ട്രെയിൻഡ് ആണ്. അപ്പൊ ഈ ഒരു അവസരത്തിൽ നമ്മളൊരു പാട്ടും കൂടി പ്രതീക്ഷിച്ചോട്ടെ? അയ്യോ, ഇത് തന്നെ പാടാം രണ്ടുപേരി. പിന്നെന്താ. ഒരു കിളി പാടി ചിന്നത്തൊടി മേലെ ആവണിയായി പൊന്മലയാണ് ഒരു സ്ക്രാച്ച് ഉള്ളതുകൊണ്ടാണ്. മതി, കുറച്ചുകൂടി പഠിക്കോളൂ. എല്ലാം കുഴപ്പമില്ല. ഞാൻ പാട്ടിനോട് അത്ര റെസ്പെക്ട് ഉള്ളതുകൊണ്ട് നമ്മൾ ഈ ഇച്ചിരി ഒന്നത് ഞാൻ ഇങ്ങനെ ലൈവ് വരുന്ന ഫസ്റ്റ് ആണ്. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. ശരി, അപ്പൊ പിന്നീട് ഒരു അവസരത്തിലാവാം നമുക്ക് പാട്ട്. എന്തായാലും സത്യം പറഞ്ഞാൽ ഭയങ്കര നല്ലൊരു പ്രോജക്റ്റ് ആണത്. ഒരു സാധാരണ ഒരു കൺവെൻഷണൽ സംഭവം മാറിയിട്ട് എന്നാൽ ട്രഡീഷണൽ നിലനിർത്തിക്കൊണ്ട് ചെയ്തിട്ടുള്ള ഒരു പാട്ടായിട്ട് നമുക്ക് തോന്നി. ഈ ഒരു അവസരത്തിൽ ഞങ്ങൾ ന്യൂസ് 18 പ്രേക്ഷകരുടെയും നമ്മുടെ ചാനലിന്റെയും എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഒരുപാട് നന്ദി പറയാണ്. ഭയങ്കര നല്ലൊരു പ്രോജക്റ്റാണ്. ഈ ഒരു ഓണപ്പാട്ട് ഹിറ്റ് ആവുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കുന്നു. ഓപ്പർച്യൂണിറ്റി എനിക്ക് വന്നതിന് ഞാൻ ആദ്യം നന്ദി പറയുന്നു. കാരണം അങ്ങനെ ഒരു സംഭവം എന്നിലേക്ക് എത്തിച്ച അഭിലാഷിനും പിന്നെ ലീൻ സാറിനും പിന്നെ ഇപ്പൊ സജീവ് സാർ ഉൾപ്പെടെ നിങ്ങളുള്ള എല്ലാ ടീം അംഗങ്ങൾക്കും നന്ദി ഞാനും പറയുന്നു. താങ്ക് യു. ഈ ഒരു അവസരത്തിൽ ഇനിയും ഒരുപാട് നല്ല പ്രോജക്ട്സ് വരട്ടെ, ഭയങ്കര ഹിറ്റായിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടർ തന്നെ ആവട്ടെ എന്ന് നമ്മൾ ഇപ്പോഴേ ഹിറ്റാണ്, പക്ഷെ നമ്മുടെ കൈ നിൽക്കാത്ത ലെവലിലേക്കൊക്കെ വളരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് പേഴ്സണലി. ഇനിയും എവിടെയെങ്കിലും വെച്ച് നമുക്ക് കാണാം. പിന്നെന്താ, ഈ ഒരു പാട്ട് ഒന്നും കൂടി നമുക്ക് കേട്ടിട്ട് നമുക്ക് അടുത്ത ആളുകളിലേക്ക് നമുക്ക് പോവാം സർ. ഒരു കിളി പാടി ചിങ്ങത്തൊടി മേലെ ആവണിയായി പൊന്മലയാളത്തിൻ തിരുനാടാ വയലാകെ പൂമൂടിച്ചെരിവാകെ തിരകളിലാർപ്പായി മേളം തിത്തൈ തിമിതത്തൈ കഥ പറയും വഴികളിലൂടെ ഊഞ്ഞാൽ പാട്ടീണം മൂളി കസവിൻ പൊന്നാടകൾ ചുറ്റി ഓണമിങ്ങെത്തി കസവിൻ പൊന്നാടകൾ ചുറ്റി ഓണമിങ്ങെത്തി. ന്യൂസ് 18 ഈ വർഷത്തെ മനോഹരമായ ഓണപ്പാട്ടാണ് നമ്മൾ കേട്ടത്. നമ്മുടെ കൺസൾട്ടിംഗ് എഡിറ്റർ ലീൻ ബി ജസ്മസ് ആണ് വരികൾ എഴുതിയിരിക്കുന്നത്. ശ്രീനിഷ് എൽ പ്രഭു ആണ് ഈണമിട്ടത്. വിനീത് എസ്തപ്പാനാണ് ആലപിച്ചിരിക്കുന്നത്. അതുപോലെ ഞങ്ങളുടെ ഡെപ്യൂട്ടി ക്രിയേറ്റീവ് ഡയറക്ടറായ SA അഭിലാഷ് കുമാറാണ് ഇത് AI യൂസ് ചെയ്ത് ഇതിൻ്റെ വിഷ്വൽസ് ഒക്കെ ഒരുക്കിയിരിക്കുന്നത്. ഇന്ന് ഒരുപാട് വാർത്തകളും വിശേഷങ്ങളും ഒക്കെ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ തിരിച്ചെത്താം. അച്ചാൻസ് ഗോൾഡ് പ്രസൻസ് ന്യൂസി മോർണിംഗിൽ ഇനി ചെറിയൊരു ഇടവേള.
മലയാളികൾക്ക് ഓണം കേവലം ഒരു ഉത്സവമല്ല, അതൊരു വികാരമാണ്. ഒരു കാലത്ത് പുതിയ ഓണക്കോടിയും ഗൾഫിലെ വിശേഷങ്ങളുമായി നാട്ടിലേക്ക് വിമാനം കയറുന്ന പ്രവാസികൾ കേരളത്തിന്റെ ഉത്സവ കാഴ്ചകളുടെ അവിഭാജ്യ ഘടകമായിരുന്നു. ഓണസദ്യയുണ്ട്, കുടുംബത്തോടൊപ്പം കൂട്ടായ്മകളുടെ സന്തോഷങ്ങൾ പങ്കുവെച്ച് അവധിക്കാലം പൂർണ്ണമായി ആസ്വദിച്ച ശേഷമേ അവർ മടക്കയാത്രയെക്കുറിച്ച് ചിന്തിച്ചിരുന്നുള്ളൂ. വിദേശത്ത് ജനിച്ചു വളരുന്ന പുതിയ തലമുറയ്ക്ക് കേരളത്തിന്റെ തനതായ സംസ്കാരവും പാരമ്പര്യവും പകർന്നു നൽകാൻ പ്രവാസി മാതാപിതാക്കൾ കണ്ടെത്തിയിരുന്ന ഏറ്റവും മികച്ച അവസരമായിരുന്നു ഓണക്കാലത്തെ നാട്ടിലേക്കുള്ള യാത്രകൾ. എന്നാൽ ഇന്ന് കാലം മാറി. നാട്ടിലെ ഓണാഘോഷങ്ങൾ ഒഴിവാക്കുന്ന പ്രവാസികളുടെ എണ്ണം ദിനംപ്രതി വർദ്ധിക്കുകയാണ്. ഇതിന് പിന്നിലെ വില്ലൻ മറ്റാരുമല്ല, തൊട്ടാൽ കൈപൊള്ളുന്ന സാധാരണക്കാരന്റെ കുടുംബ ബജറ്റ് താളം തെറ്റിക്കുന്ന വിമാന ടിക്കറ്റ് നിരക്കുകൾ തന്നെയാണ്. ഒരു വർഷത്തെ മുഴുവൻ സമ്പാദ്യവും സ്വപ്നങ്ങളും നാട്ടിലെത്തിക്കാൻ കൊതിക്കുന്ന പ്രവാസിക്ക് മുന്നിൽ നിരക്ക് വർധനവിലൂടെ വലിയൊരു മതിൽ തീർക്കുകയാണ് വ്യോമയാന കമ്പനികൾ. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾ ഗൾഫ് മലയാളികളെ സംബന്ധിച്ച് എക്കാലത്തും ഇരട്ടി തിരക്കുള്ള സമയമാണ്. UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിലെ സ്കൂളുകളുടെ വേനലവധി തീർന്ന് പുതിയ അധ്യയന വർഷം തുടങ്ങുന്നതും നമ്മുടെ ഓണവും ഒരേ സമയത്താണ് വന്നെത്തുന്നത്. ഈ വർഷത്തെ വലിയ പെരുന്നാൾ നേരത്തെ കഴിഞ്ഞതിനാൽ വിമാന കമ്പനികളുടെ മുഴുവൻ ശ്രദ്ധയും ഇപ്പോൾ വേനലവധിയും ഓണവും ലക്ഷ്യമാക്കി നാട്ടിലെത്തിയവരിലാണ്. നാട്ടിലെത്താൻ മുടക്കിയ തുകയേക്കാൾ 10 മടങ്ങ് അധികം ചെലവാക്കുന്ന തരത്തിലാണ് ഗൾഫിലേക്കുള്ള മടക്ക ടിക്കറ്റുകളുടെ നിരക്ക് വിമാന കമ്പനികൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഡൈനാമിക് പ്രൈസിംഗ് എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ഈ പകൽക്കൊള്ളയ്ക്ക് പിന്നിൽ കൃത്യമായ അൽഗോരിതങ്ങളുണ്ട്. യാത്രക്കാർ നിരന്തരം ടിക്കറ്റ് തിരയുമ്പോൾ തന്നെ ഡിമാൻഡ് മനസ്സിലാക്കി കൃത്രിമമായ വിലക്കയറ്റം സൃഷ്ടിക്കുകയാണ് കമ്പനികൾ ചെയ്യുന്നത്. സാധാരണഗതിയിൽ 8,000 മുതൽ 15,000 രൂപ വരെ മാത്രം വിലയുണ്ടായിരുന്ന വൺ വേ ഇക്കോണമി ക്ലാസ് ടിക്കറ്റുകൾക്ക് ഇപ്പോൾ 50,000 മുതൽ 1.5 ലക്ഷം രൂപ വരെയാണ് ഈടാക്കുന്നത്. കൊച്ചിയിൽ നിന്ന് ഷാർജയിലേക്കും തിരുവനന്തപുരത്ത് നിന്ന് ബഹ്റിനിലേക്കുമുള്ള പല സർവീസുകളിലും സാധാരണക്കാരന് ചിന്തിക്കാൻ പോലും കഴിയാത്ത തുകയാണ് ബുക്കിംഗ് പോർട്ടലുകളിൽ തെളിയുന്നത്. ചെലവ് കുറയ്ക്കാൻ പ്രവാസികൾ കണ്ടെത്തുന്ന മറ്റു ചില വഴികളും ഇത്തവണ വ്യാപകമായി കാണാം. യാത്രാ തീയതി മാറ്റുക എന്നതാണ് പ്രധാന പോംവഴി. അതുകൊണ്ടാണ് ഓണത്തിന് മുൻപേ പലരും മടങ്ങാൻ നിർബന്ധിതരാകുന്നത്. ലക്ഷ്യസ്ഥാനത്തോട് ചേർന്ന മറ്റൊരു വിമാനത്താവളം പരിഗണിക്കുന്നവരുമുണ്ട്. നേരിട്ടുള്ള വിമാനങ്ങളെ ആശ്രയിക്കാതെ മുംബൈ, ഡൽഹി തുടങ്ങിയ നഗരങ്ങൾ വഴിയുള്ള കണക്റ്റിംഗ് വിമാനങ്ങൾ തിരയുന്നവരും ഏറെയാണ്. ബംഗളൂരുവിൽ നിന്നോ ചെന്നൈയിൽ നിന്നോ ഗൾഫിലേക്കുള്ള നിരക്കിനേക്കാൾ വലിയ ചൂഷണമാണ് കേരളത്തിലെ വിമാനത്താവളങ്ങളിൽ നടക്കുന്നത്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഗൾഫിലേക്ക് 30 മുതൽ 40% കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് ലഭിക്കുമ്പോഴാണ് പ്രവാസികൾ തിങ്ങിപ്പാർക്കുന്ന കേരളത്തിൽ ഈ നിരക്ക് വർധനവ് നടപ്പിലാക്കുന്നത്. തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ, കർണാടകയിലെ മംഗളൂരു വിമാനത്താവളങ്ങളെ ആശ്രയിച്ച് യാത്ര തിരിക്കുന്ന മലയാളികളുടെ എണ്ണവും അതുകൊണ്ട് തന്നെ കൂടുതലാണ്. എങ്ങനെയെങ്കിലും കുട്ടികളുടെ ക്ലാസുകൾ നഷ്ടപ്പെടുന്നതിന് മുമ്പ് ഗൾഫിൽ തിരിച്ചെത്തുക, ജോലി നിലനിർത്തുക എന്നത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. ഭീമമായ യാത്രാ ചെലവ് താങ്ങാൻ കഴിയാതെ ഇത്തവണത്തെ നാട്ടിലേക്കുള്ള യാത്ര തന്നെ ഉപേക്ഷിച്ച് UAEയിലെ ഫ്ളാറ്റുകളിൽ അവധിക്കാലം ചെലവഴിക്കാൻ നിർബന്ധിതരായ ഒട്ടേറെ കുടുംബങ്ങളുണ്ട്. സീസണുകൾ നോക്കിയുള്ള ഈ കൊള്ളയ്ക്ക് അറുതി വരുത്തണമെന്ന പ്രവാസികളുടെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഇന്ത്യൻ ഏവിയേഷൻ നിയമത്തിലെ റൂൾ 135 പ്രകാരം ടിക്കറ്റ് നിരക്ക് നിശ്ചയിക്കാനുള്ള പൂർണ്ണ അധികാരം വിമാന കമ്പനികൾക്കാണ്. ഇത് ചൂണ്ടിക്കാട്ടിയാണ് പലപ്പോഴും വ്യോമയാന മന്ത്രാലയം ഈ കൊള്ളയെ ന്യായീകരിക്കുന്നത്. ആഭ്യന്തര വിമാന സർവീസുകൾക്ക് അടിസ്ഥാന നിരക്കും ഉയർന്ന നിരക്കും നിശ്ചയിക്കുന്ന സർക്കാരുകൾ അന്താരാഷ്ട്ര സർവീസുകളുടെ കാര്യത്തിൽ വിമാന കമ്പനികൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ്. കേരള പ്രവാസി അസോസിയേഷൻ ഉൾപ്പെടെയുള്ള സംഘടനകൾ ഈ വിഷയത്തിൽ സുപ്രീം കോടതിയെയും ഹൈക്കോടതിയെയും സമീപിച്ചിരുന്നു. വിപണിയിലെ കുത്തകവൽക്കരണം ഉപയോഗിച്ച് ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയർത്തുന്ന വിമാന കമ്പനികളുടെ നടപടികൾക്കെതിരെ ഹൈക്കോടതിക്ക് നേരിട്ടിടപെടാൻ പരിമിതികളുണ്ടെന്നും ഈ സാമ്പത്തിക ചൂഷണത്തിനെതിരെ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെ സമീപിക്കാനുമാണ് കോടതി നിർദ്ദേശിച്ചത്. നിയമ പോരാട്ടങ്ങൾ ഒരു വഴിക്ക് നടക്കുമ്പോഴും രാഷ്ട്രീയ തലത്തിൽ യാതൊരുവിധ ക്രിയാത്മക ഇടപെടലുകളും ഉണ്ടാകുന്നില്ലെന്നതാണ് പ്രവാസികളുടെ പ്രധാന പരാതി. വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കി തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം പ്രവാസികളെ ചേർത്ത് പിടിക്കുന്ന ജനപ്രതിനിധികൾ വിമാനത്താവളങ്ങളിലെ ഈ പകൽക്കൊള്ള കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ഒരു കാലത്ത് ഗൾഫ് ജീവിതം എന്നാൽ നാട്ടിലെ കടങ്ങൾ തീർക്കാനും കുടുംബത്തെ കരകയറ്റാനും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താനുമുള്ള ഒരു പ്രധാന ഉപാധിയായിരുന്നു. കേരളത്തിന്റെ സാമ്പത്തിക രംഗം അച്ചാൻസ് ഗോൾഡ് പ്രസൻസ് ന്യൂസി മോർണിംഗിലേക്ക് എൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. നമുക്ക് ബാക്കി വാർത്തകളിലേക്ക് പോകാം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾ ഇന്ന് ഔദ്യോഗികമായി ആരംഭിക്കുകയാണ്. രാവിലെ 10:45 നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി VD സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്ര തുറമുഖ കപ്പൽ ഗതാഗത മന്ത്രി സർബാനന്ദ് സോനോവാൾ മുഖ്യ അതിഥിയാകുന്ന ചടങ്ങോടെ വിഴിഞ്ഞം കേവലം ഒരു ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബ് എന്നതിലപ്പുറം ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ കവാടമായി മാറും. സംസ്ഥാന സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതിയാണ് മിഷൻ സമുദ്ര. ആ മിഷൻ സമുദ്രയുടെ ഭാഗമായി കേരളത്തെ തുറമുഖം നഗരമാക്കി മാറ്റുക എന്നുള്ള സംരംഭത്തിന് കൂടിയുള്ള തുടക്കമായിരിക്കും വിഴിഞ്ഞത്തെ ഈ വലിയ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നതോടുകൂടി ഉണ്ടാകുക.
കേരളത്തിലെ മുഴുവൻ തുറമുഖങ്ങളെയും, ചെറുകിട തുറമുഖങ്ങളെയും വൻകിട തുറമുഖങ്ങളെയും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള വലിയൊരു സംരംഭത്തിന് വിഴിഞ്ഞം അതിൻ്റെ ആസ്ഥാനമായും വിഴിഞ്ഞം ലോകത്തിലേക്കുള്ളതിൻ്റെ കവാടമായും മാറും. സിംഗപ്പൂർ തുറമുഖത്തെയും കൊളംബോ തുറമുഖത്തെയും വെല്ലുന്ന തരത്തിലുള്ളൊരു തുറമുഖം കേരളത്തിന് സ്വന്തമായി ഉണ്ടാകുക എന്നുള്ള മലയാളികളുടെ ദീർഘകാലത്തെ സ്വപ്നം, പതിറ്റാണ്ടുകളുടെ സ്വപ്നം യാഥാർത്ഥ്യമാവുക കൂടെ ചെയ്യുക. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് നിന്നുള്ള കയറ്റുമതി ഇറക്കുമതി സംരംഭം ഈ മാസം 18-ാം തീയതി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. നമുക്കറിയാം, ഇതുവരെ ട്രാൻസ്ഷിപ്മെൻറ്റ് സൗകര്യം മാത്രം ഉണ്ടായിരുന്ന കണ്ടെയ്നറുകൾ മാത്രം കൈകാര്യം ചെയ്തിരുന്ന പോർട്ടിൽ നമുക്ക് കയറ്റുമതി ഇറക്കുമതി സംരംഭങ്ങൾക്ക് കൂടി ആരംഭം കുറിക്കുകയാണ്. ഇത് കേരളത്തെ വലിയ മാറ്റത്തിലേക്ക് വഴിതെളിക്കുമെന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. കേരളത്തിൻ്റെ മാത്രമല്ല ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ കൂടെ ഗേറ്റ് വേ ആയി വിഴിഞ്ഞം മാറാൻ പോവുകയാണ്. ഈ സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതിയായ കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റുക എന്ന കാര്യത്തിനുള്ളൊരു നല്ല തുടക്കം കൂടിയായിരിക്കും ഇത്. തുറമുഖത്തിന് പുറത്ത് ഒരുപാട് സൗകര്യങ്ങൾ കൂടുതലായി ഉണ്ടാവുകയാണ്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പരമ്പരാഗത വ്യവസായങ്ങളായ കശുവണ്ടി, കയർ, അതുപോലെ മത്സ്യ സംസ്കരണം, നമ്മുടെ സുഗന്ധദ്രവ്യ ഉൽപ്പന്നങ്ങൾ, ഒളിയോൺസൻസ് തുടങ്ങിയവ കയറ്റുമതി ചെയ്യുന്നതിന് പകുതി ചെലവ് മാത്രമേ ഇനി ഉണ്ടാവുകയുള്ളൂ. മാത്രമല്ല, അതിൻ്റെ ഷിപ്മെൻറ്റിനുള്ള സമയം നേർപകുതിയായി കുറയുകയും ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ പോർട്ടിന് പുറത്ത് ഒരു വലിയ വ്യവസായ ശൃംഖല കേരളത്തിലുണ്ടാകും. ലോജിസ്റ്റിക്സ്, അതുപോലെ കണ്ടെയ്നർ ടെർമിനൽ സ്റ്റേഷൻസ് ഉണ്ടാകും, ലോജിസ്റ്റിക്സ് സൗകര്യങ്ങൾ ഉണ്ടാകുന്നതിനുള്ള അനുബന്ധ സൗകര്യങ്ങളുണ്ടാകും. ഇത് വലിയ മാറ്റത്തിന് കേരളത്തിൽ വഴിതെളിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തുറമുഖ നഗരമാക്കി കേരളത്തെ മാറ്റുക എന്നുള്ളതിൻ്റെ ഭാഗമായി കേരളത്തിൻ്റെ കൊച്ചി തുറമുഖത്തെയും കൊച്ചിയിലെ കണ്ടെയ്നർ സ്റ്റേഷനെയും 18 മിനി തുറമുഖങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള വലിയ പദ്ധതിക്കാണ് ഇതോടുകൂടി ആരംഭം കുറിക്കുന്നത്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഡാൻ കുര്യനാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഡാൻ, മുഖ്യമന്ത്രി സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തെ സംബന്ധിച്ച് മലയാളികളെ സംബന്ധിച്ചൊക്കെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് വിഴിഞ്ഞം തുറമുഖം എന്നുള്ളത്. കേരളത്തെ വേറൊരു ലെവലിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു സംഭവമാണിത്. ഈ ഒരു അവസരത്തിൽ അവിടുത്തെ ഒരുക്കങ്ങളൊക്കെ എത്രത്തോളം എത്തി നിൽക്കുന്നു, എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? തിരുവനന്തപുരത്തെ സംബന്ധിച്ചും വിഴിഞ്ഞത്തെ സംബന്ധിച്ചും കേരളത്തെ സംബന്ധിച്ചും ഇത് നിർണായകമായ ഒരു ദിനമെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം രാജ്യാന്തര കപ്പൽചാലിനോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന ഒരു തുറമുഖം കൂടിയാണ്. മദർഷിപ്പുകൾക്ക് സുഗമമായി എത്തി ചരക്കിറക്കുകയും കയറ്റുകയുമൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു തുറമുഖം കൂടിയാണ് വിഴിഞ്ഞം. അവിടെ നിന്ന് നേരിട്ട് പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് കയറ്റുമതിയും ഇറക്കുമതിയും സാധ്യമാകുന്ന എക്സിം പദ്ധതിയുടെ ഉദ്ഘാടനമാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ 10:45 കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാളിന്റെ സാന്നിധ്യത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നത്. ഇത് രാജ്യത്തിന് മുഴുവൻ, അതായത് പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് ഈ ചരക്ക് കൈകാര്യം ചെയ്യുന്നതിനായി നമ്മൾ സാധാരണയായി സിംഗപ്പൂർ, കൊളംബോ, ദുബായ് തുറമുഖങ്ങളെയാണ് ഇതിനു മുമ്പ് ആശ്രയിച്ചുകൊണ്ടിരുന്നത്. ഇനി അതൊന്നും ആവശ്യമില്ലാതെ രാജ്യത്തെ ഏത് ഭാഗത്തു നിന്നുമുള്ള കപ്പലുകൾക്ക് വിഴിഞ്ഞത്ത് നിന്ന് പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് ഇത്തരത്തിൽ ചരക്കുകൾ കയറ്റി അയക്കാനും ഇവിടെ അത് ഇറക്കാനുമുള്ള ഒരു സംവിധാനം സമ്പൂർണമായി തന്നെ ഇന്നു മുതൽ യാഥാർത്ഥ്യമാകുന്നു എന്നതാണ് ഈ പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. ഇതോടൊപ്പം കേരളത്തിലെ ഏതാണ്ട് ഒരു 600 കിലോമീറ്റർ വരുന്ന തീരപ്രദേശത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് മിഷൻ സമുദ്ര പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം കൂടിയാണ് ഇന്ന് നിർവഹിക്കപ്പെടുന്നത്. നമുക്കറിയാം, ഇതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയമായ ചില വിവാദങ്ങളൊക്കെ ഉയർന്നിരുന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് സർക്കാർ അതിനെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. അതിന്റെ ഒരു തുടക്കവും ഇന്ന് തന്നെ നടക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു പദ്ധതി നടപ്പിലാകുന്നതിലൂടെ കേരളത്തെ ഒരു തുറമുഖ രാജ്യത്തിന്റെ ഒരു തുറമുഖ കവാടമായി കൂടി വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം മാറുന്നു. ഏതാണ്ട് 9 നോട്ടിക്കൽ മൈലുകൾക്ക് അപ്പുറത്തേക്ക് രാജ്യാന്തര കപ്പൽചാലാണ്. സ്വാഭാവികമായി ഓരോ ദിവസവും 200-ലധികം വൻ കപ്പലുകൾ യാത്ര ചെയ്യുന്ന സ്ഥലമാണത്. അവിടെ നിന്ന് ഏറ്റവും അടുത്തെത്താവുന്ന ഒരു തുറമുഖമായി വിഴിഞ്ഞം മാറുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതാണ് വിഴിഞ്ഞത്തിന്റെ വാണിജ്യ സാധ്യതകൾ ഏറെ വർദ്ധിപ്പിച്ചത്. അതോടൊപ്പമാണ് ഈ എക്സ്പോർട്ടും ഇമ്പോർട്ടും ഒരേപോലെ
കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു സമ്പൂർണ്ണ പദ്ധതിക്ക് കൂടി ഇന്ന് തുടക്കം കുറിക്കാൻ കഴിയുന്നത് എന്നതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടം. ഈ രണ്ടാം ഘട്ട വികസന പ്രവർത്തനങ്ങളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് 2028 അവസാനിക്കുന്ന തരത്തിലാണ് ആ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രവർത്തനങ്ങൾ അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ഈ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങളുടെ ഒരു തുടക്കം കൂടി ഇന്ന് യാഥാർത്ഥ്യമാകുന്നു എന്ന് പറയുമ്പോൾ അത് കേരളത്തിലും വിഴിഞ്ഞത്തിലുമൊക്കെ സമ്മാനിക്കുന്ന വാണിജ്യ താല്പര്യങ്ങൾ. ശരി, ഡാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ കേരളീയർക്കൊക്കെ ഒരു അഭിമാനമുള്ള ഒരു സംഭവം തന്നെയാണ് വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത്. ഡാൻ കുര്യനാണ് നമുക്ക് വാർത്തകളുടെ കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട വിശ്വാസവഞ്ചന കേസിൽ പ്രതികളായ അഗസ്റ്റിൻ സഹോദരന്മാർ ഇന്ന് കോടതിയിൽ ഹാജരാകും. തുടർന്ന് ഉള്ള നടപടികളുടെ ഭാഗമായി ഇവർക്കെതിരെ കുറ്റം ചുമത്തിയേക്കും. ആജ്ഞ രവീന്ദ്രനാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നത്. ആജ്ഞ, ഈ മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ടുള്ള വിശ്വാസവഞ്ചന കേസിൽ ഇന്ന് അഗസ്റ്റിൻ സഹോദരന്മാർ കോടതിയിൽ ഹാജരാവുകയാണ്. തുടർ നടപടികൾ എന്തൊക്കെയായിരിക്കും ആജ്ഞ? മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ടുള്ള വിശ്വാസവഞ്ചന കേസിൽ 3 സഹോദരന്മാർ, അഗസ്റ്റിൻ സഹോദരന്മാരായിരുന്നു പ്രതികളായിരുന്നത്. അവർ ഇന്ന് കോടതിയിൽ ഹാജരാക്കാൻ പോവുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി, തുടർ നടപടികളുമൊക്കെ ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളുമായി ആജ്ഞ നമ്മളോടൊപ്പം ചേരുന്നു. ആജ്ഞ, ഈ അഗസ്റ്റിൻ സഹോദരന്മാർ ഇന്ന് ഹാജരാക്കുകയല്ല. മുട്ടിൻ മരമുറിയുമായി ബന്ധപ്പെട്ടുള്ള വിശ്വാസവഞ്ചന കേസിലാണ് ഈ പ്രതികളായിട്ടുള്ള അഗസ്റ്റിൻ സഹോദരന്മാർക്കെതിരെ ഇന്ന് ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതി കുറ്റം ചുമത്തുന്നത്. നേരത്തെ കുറ്റം ചുമത്തുന്നതിനായി 2 തവണ കേസ് പരിഗണിച്ചിരുന്നെങ്കിലും പ്രതികൾ കോടതിയിൽ ഹാജരായിരുന്നില്ല. ഈ സാഹചര്യത്തെ തുടർന്നാണ് 3 പ്രതികൾക്കുമെതിരെ കോടതി ജാമ്യമില്ലാ വാറണ്ട് പുറപ്പെടുവിക്കുന്നത്. തുടർന്നാണ് ഈ 2 പേർ, അതായത് കോടതിയിൽ ഹാജരായിരുന്നു. ഇതോടെ ഇവർക്കെതിരെ ആയിട്ടുള്ള ജാമ്യമില്ലാ വാറണ്ട് കോടതി പിൻവലിച്ചത്. തുടർന്ന് കേസിലെ തുടർ നടപടികളുടെ ഭാഗമായിട്ടാണ് ഇനി പ്രതികൾക്കെതിരെ കുറ്റം ചുമത്തുന്ന നടപടി ഉള്ളത്. അനധികൃതമായി മുറിച്ചു കടത്തിയ മരങ്ങൾ വനംവകുപ്പിന്റെ പാസ് ഉണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ച് എറണാകുളത്തെ മരക്കമ്പനി ഉടമയ്ക്ക് വിറ്റു എന്നുള്ളതാണ് കേസ്. ഇതിൽ മരക്കമ്പനി ഉടമ തന്നെ നൽകിയ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത്. ഇതിൽ വിശ്വാസവഞ്ചന നടത്തിയെന്നാണ് എറണാകുളം അമ്പലമേട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഇതായത് മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട് നേരത്തെ നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിൽ വിശ്വാസവഞ്ചന കേസിലെ നിർണായക നടപടിയാണ് ഇന്ന് ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതിയിൽ നടക്കുന്നത്. ശരി, ആജ്ഞ രവീന്ദ്രനാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് നൽകിയത്. ഏട്ടിലെ പശു പുല്ലു തിന്നില്ല എന്ന പാഠത്തിന് ഉദാഹരണമായി നിൽക്കാവുന്ന 2 കാലിത്തൊഴുത്തുകൾ കുട്ടനാട്ടിലുണ്ട്. വെള്ളപ്പൊക്ക സമയങ്ങളിൽ കാലികളെ താമസിപ്പിക്കാനാണ് കോടികൾ ചിലവഴിച്ച് 2 പൊക്കത്തൊഴുത്തുകൾ ക്ഷീരവികസന കോർപ്പറേഷൻ നിർമ്മിച്ചത്. നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും ഇവിടേക്ക് കാലികളെ എത്തിക്കാനുള്ള പ്രായോഗിക പ്രയാസവും കാരണം വെള്ളപ്പൊക്കങ്ങൾ പലതും വന്നിട്ടും ഒരു കന്നുകാലിക്കും ഈ തൊഴുത്തുകൾ ആശ്രയമായിട്ടില്ല. ന്യൂസ് 18 വാർത്താ സംഘം ഇപ്പോൾ ഉള്ളത് നെടുമുടി പഞ്ചായത്തിലെ ചെമ്പമ്പുറം എന്ന ഭാഗത്താണ്. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന, എനിക്ക് പിന്നിലേക്ക് കാണുന്ന പാടശേഖരങ്ങളും നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ റോഡും ഉൾപ്പെടെ എല്ലാ ഇടങ്ങളും 2018 പ്രളയത്തിൽ മുങ്ങിപ്പോയി. അന്ന് കന്നുകാലികളെ എവിടെ സംരക്ഷിക്കും എന്നുള്ളതായിരുന്നു ഇവിടെയുള്ള മനുഷ്യരെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി. ആ കാലഘട്ടത്തിൽ ഈ നാട്ടിൽ ഉണ്ടായിരുന്ന കന്നുകാലികളെ സംരക്ഷിക്കാനായി മുൻകൈ എടുത്ത് ഇറങ്ങി തിരിച്ചൊരു മനുഷ്യൻ നമ്മളോടൊപ്പമുണ്ട്. സണ്ണിച്ചേട്ടാ, എങ്ങനെയായിരുന്നു ഇവിടുത്തെ ഒരു സാഹചര്യം? അതായത് നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞു വലിയ വള്ളങ്ങൾ വന്നും ബോട്ടുകൾ വന്നുമാണ് നിങ്ങളെ ഈ റോഡ്, അതായത് ഈ റോഡിലൂടെ കടന്നു വന്നാണ് നിങ്ങൾ പോയി എന്ന് പറയുന്നു അല്ലേ? അന്നത്തെ ഒരു അവസ്ഥ എന്തായിരുന്നു? നിങ്ങളുടെ കന്നുകാലികളെ എങ്ങനെയാണ് സംരക്ഷിച്ചു പോയത്? ആ ഒരു ഓർമ്മ എന്തായിരുന്നു? ഈ പാലത്തെ കൊണ്ടുവന്ന് 2ാം പൊക്കത്തോടെ ഞാൻ വന്നത്. 2ാം പൊക്കത്തില് അത് താഴ്ച ഇവിടെ സൈക്കിളിന് മേളിൽ വരും വെള്ളം, ഇത്രയും വെള്ളം ഉണ്ടായിരുന്നു. അപ്പോഴാ ബോട്ട് കൊണ്ടുവരുന്നത്. പിന്നെ കന്നുകാലിയൊക്കെ ഞങ്ങൾ നീന്തി ഇങ്ങനെ കൊണ്ടുവന്ന് കയറ്റി ഇട്ടേച്ച് ലാസ്റ്റാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നത്. പിന്നെ 2ാം പൊക്കം ഇവിടെ വരുന്നു. ആലപ്പുഴയിൽ നിന്ന് ഈ കാൽത്തെറ്റയും കൊണ്ട് വന്നു ബോട്ടിൽ കാൽത്തീറ്റയായിട്ട് ഇവിടെ വരുമായിരുന്നു. അന്ന് നിങ്ങളുടെ കന്നുകാലികൾ എവിടെയാ? എനിക്കൊന്ന് ഇവിടെയൊക്കെ എല്ലായിടത്തും വീടുകളിൽ കന്നുകാലികൾ ഉണ്ടെന്ന് തോന്നുന്നല്ലേ? 250 കന്നുകാലി ഉണ്ടായിരുന്നു. 250 കന്നുകാലികൾ നിങ്ങൾ എവിടെയാണ് സൂക്ഷിച്ചത്? ഈ പാലത്ത്.
അങ്ങനെ 250 കന്നുകാലികളെയാണ് തൊട്ടടുത്തുള്ള പാലത്തിൽ ഇവര് കെട്ടിയിരുന്നത്. അതിനുശേഷം പിന്നീട് പ്രളയത്തിന് ശേഷം മടങ്ങി വരുമ്പോൾ ഒരു അവസ്ഥ എന്തായിരുന്നു? അപ്പം എല്ലാ ദിവസവും ഞങ്ങൾ വരും, കന്നുകാലികളെ നോക്കാൻ. തീറ്റ കൊണ്ടുവരും, കച്ചി കൊണ്ടുവരും, പുല്ല് കൊണ്ടുവരും, എല്ലാം കൊണ്ടുവച്ച് പിന്നെ ഒരു 5 മണിയാകുമ്പോൾ ഇവിടുന്ന് പോകും. പിന്നെ ഈ മൃഗ വകുപ്പ് അനുസരിച്ച് കാലിത്തീറ്റ കൊണ്ടുവരും, അതൊക്കെ ലിസ്റ്റും പ്രകാരം സാധനം തരും. അങ്ങനെ കയറ്റി ഇവിടെ കൊണ്ടുവന്ന് അവിടെ ഇട്ട് കൊണ്ടുവന്ന് ചുവന്ന് കയറ്റി വെച്ച് ഇങ്ങോട്ട് പോയിരുന്നു. ചുവന്ന് വെച്ച് തീറ്റ കൊടുത്ത് 5 മണിയാകുമ്പോൾ പോകും. അങ്ങനെ ഒരു ദിവസം മുഴുവനും ഈ വെള്ളത്തിന് നടുക്ക് നിങ്ങൾ അവർക്ക് കാവലിരുന്നു? അതുകൊണ്ട് ഒരാഴ്ച മേളിൽ അങ്ങനെ ഇരുന്നു. അപ്പൊ അന്ന് പിന്നീട് ഈ പ്രളയത്തിന് ശേഷം സർക്കാർ ഒരു പ്രഖ്യാപനം നടത്തി അല്ലെ, അതായത് ഒരു പൊക്കത്തൊഴുത്ത് ഇവിടെ ഒരുക്കും എന്ന് പറഞ്ഞ് ഈ ചെമ്പുംപുറത്തുകാർക്ക് ഒരു പ്രതീക്ഷ നൽകി. നിങ്ങളുടെ പൊക്കത്തൊഴുത്തിന്റെ അവസ്ഥ എന്താ? ഇപ്പൊ തന്നെ വന്നാലില്ല, വന്നാലില്ല. 2022 ഉദ്ഘാടനം ചെയ്ത പദ്ധതിയല്ലേ? അതെ, അന്ന് കന്നുകാലി ഉണ്ടെന്നോ അത് കന്നുകാലി എല്ലാം ഇപ്പം സ്വയം നിർത്തി കന്നുകാലി. അതുകൊണ്ട് ലാഭമില്ല. ഈ സംവിധാനം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ ഒന്നുമില്ല, ഒന്നും ഉപയോഗിക്കാൻ പ്രയോജനപ്പെട്ടിട്ടില്ല. ആ 2 മുറിയാണ് മേലോട്ട് കിടക്കുന്നത്, വെറുതെ കിടക്കുക. അത് ആർക്കെങ്കിലും വാടകയെങ്കിലും കൊടുത്താൽ എന്തെങ്കിലും പ്രയോജനം കിട്ടും. ഇത് അതൊന്നുമില്ല, ഇത് താഴത്തെ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. അതിപ്പം അതും ഇതും താഴത്തുറയാണെ വലിയ ഇതൊന്നും ഇല്ലാതൊക്കെ പൂട്ടും. പാല് തീരെ കുറവാണ്. 12 ക്ഷീരവികസന ഓഫീസിന്റെ ഇവിടുത്തെ സഹകരണ സംഘമാണ് തൊട്ട് താഴെ അല്ലേ, അത് പ്രവർത്തിക്കുന്നുണ്ട്. മുകളിലേക്ക് കന്നുകാലികളുടെ റെസ്ക്യൂ സെന്റർ എന്ന് പറഞ്ഞ സ്ഥലം ഒരു പ്രയോജനം നിങ്ങൾക്ക് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, ഇന്ന് വരെ ഉണ്ടാക്കിയിട്ടില്ല. അതാണ് 108 കോടി രൂപ ചിലവഴിച്ചുകൊണ്ട് ഇറക്കിയ ഒരു പദ്ധതി. സർക്കാർ 108 കോടി രൂപയാണ് അതിനുവേണ്ടി. നമ്മുടെ ഈ ദൃശ്യങ്ങളിൽ നമുക്ക് പിന്നാമ്പുറത്ത് ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ 3 നില കെട്ടിടമാണ് അന്ന് ഇത്തരത്തിലൊരു പൊക്കത്തൊഴുത്ത് എന്നൊരു പദ്ധതി പ്രഖ്യാപിച്ചുകൊണ്ട് സർക്കാർ കുട്ടനാട്ടിൽ തന്നെ 3 ഇടങ്ങളിലാണ്, ചമ്പക്കുളം ഉൾപ്പെടെ 3 ഇടങ്ങളിലാണ് ഈ പദ്ധതി പ്രഖ്യാപിച്ചത്. ചെമ്പുംപുറത്ത് ഈ കെട്ടിട നിർമ്മാണം വളരെ വേഗത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്തു. പക്ഷേ പ്രായോഗികമായ കാര്യങ്ങൾ ഇങ്ങനെ ഒരു നിർമ്മാണത്തിലേക്ക് കടക്കുമ്പോൾ അത് പഠിച്ചിരുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തമ ഉദാഹരണമാണ്. അത് പഠിച്ചിരുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന രീതിയിൽ ഇപ്പോഴും ഇതിങ്ങനെ തന്നെ കിടക്കുന്നത്. അതായത് നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന 3 നിലകളിൽ തൊട്ടടുത്ത് കാണുന്ന ഭാഗം ഒരു ലിഫ്റ്റാണ്. ആ ലിഫ്റ്റിലേക്ക് കയറ്റി കന്നുകാലികളെ മുകളിലേക്ക് കൊണ്ടുപോകാം എന്നുള്ളതാണ് പ്ലാൻ ചെയ്തത്. നമുക്ക് അതൊക്കെ എന്താണെന്ന് കണ്ടുവരാം. വെള്ളപ്പൊക്ക കാലത്ത് കന്നുകാലികളെയൊക്കെ പാർപ്പിക്കാനായി നിർമ്മിച്ചിരുന്ന തൊഴുത്തുകളായിരുന്നു അത്. എന്നാൽ ഇപ്പോൾ അത് നോക്കുകുത്തിയാവുന്ന സാഹചര്യമാണ് നമ്മൾ അവിടുന്ന് കണ്ടത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇലക്ഷൻ ഡ്യൂട്ടിക്ക് നിയോഗിച്ച ടാക്സികൾക്ക് ഇതുവരെ തുക നൽകിയിട്ടില്ലെന്ന ആക്ഷേപവുമായി ടാക്സി ഉടമകളും ഡ്രൈവർമാരും രംഗത്തെത്തിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടിട്ടും ലക്ഷങ്ങൾ വരെ കുടിശ്ശികയായി കിടക്കുകയാണ്. സർക്കാരിൽ നിന്ന് ഫണ്ട് ലഭിക്കാത്തതാണ് പണം നൽകാൻ വൈകുന്നതിന് കാരണമായി അധികൃതർ വിശദീകരിക്കുന്നതെന്ന് ടാക്സി ഡ്രൈവർമാർ ന്യൂസ് 18നോട് പറഞ്ഞു. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, പുതിയ സർക്കാർ അധികാരത്തിലെത്തി, 3 മാസം പിന്നിട്ടു. പക്ഷേ ഇപ്പോഴും തെരഞ്ഞെടുപ്പിൽ സർക്കാരിന് വേണ്ടി ഓടിയതിൻ്റെ പണം കിട്ടാതെ വലയുകയാണ് മലപ്പുറത്തെ ടാക്സി ഡ്രൈവർമാർ. എന്നോടൊപ്പം അവർ തന്നെ ചേരുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര രൂപ കിട്ടാണ്ട്? എനിക്ക് 1 ലക്ഷത്തിൻ്റെ മേലെ കിട്ടാണ്ട്. എത്ര ദിവസം ഓടി? 17 ദിവസം. രാവും പകലും ഓടിയതാണ്. എങ്ങനെയാ ഇത്? അവർ വന്ന് വിളിക്കായിരുന്നു? അല്ല, ഒരാൾ ഇപ്പം ഈ പറഞ്ഞ ആൾ ഇവർ ഏൽപ്പിച്ചതാണ്. പക്ഷെ അത് ഓരോ ഓഫീസർമാർ നമ്മളോട് പറയുമ്പോൾ നമ്മൾ കൊടുക്കും വേണ്ടി. എത്ര കിലോമീറ്റർ ഓടി? ഒരു 5000 കിലോമീറ്റർ, 4853 കിലോമീറ്റർ ഓടി. അത് രാവും പകലും ഓടി. 1.5 ദിവസമൊക്കെ ഓടുന്നത്. എന്നാൽ അതിനുള്ള പൈസ ഇല്ലേനോ? പൈസ ഫണ്ടില്ല എന്ന് പറയും. ഡീസൽ അടിക്കാനുള്ള പൈസ വരെ കിട്ടിയില്ല. 8000 രൂപ കിട്ടി. ആകെ 50,000 രൂപയ്ക്ക് എണ്ണ അടിച്ചിട്ട് 8000 രൂപ കിട്ടി. സലീം കാപ്പ്, നിങ്ങളാണല്ലോ ഈ വണ്ടിയൊക്കെ അറേഞ്ച് കൊടുത്തതിൻ്റെ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തുള്ളത്. എങ്ങനെയാണ് അധികൃതരുമായി സംസാരിക്കുമ്പോൾ? അധികൃതരുമായി ഞാൻ ഇലക്ഷൻ വിങ്ങിൽ പോകുന്നുണ്ട്. കളക്ടർക്ക് പരാതി കൊടുത്ത അവസാനം കൊടുത്തതിൻ്റെ കോപ്പിയാണിത്. 27-ാം തീയതി കൊടുത്തതാണ്, 21-ാം തീയതി കൊടുത്തതാണ്. അത് ചെയ്യാം, അടുത്ത് വരുന്ന മുറക്ക് ഫസ്റ്റ് ടാക്സി ഡ്രൈവർമാർക്കാണ് ക്ലിയർ ചെയ്യണത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ക്ലിയർ അല്ല. 21-ാം തീയതി ഫണ്ട് വരാത്തതാണ് പ്രശ്നം എന്നാണ് പറയുന്നത്. ഇതിൽ എന്താ ഇവരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത്? സംസാരിക്കുമ്പോൾ എന്താ ഇവർ പറയുന്നത്, താലൂക്കിൽ നിന്ന് ഫണ്ട് ബില്ലുകൾ എത്താൻ വൈകി, അത് കാരണമാണ് വൈകിയത്. വന്നപ്പോൾ വേറെ ആവശ്യങ്ങൾക്കൊക്കെ ഫണ്ട് ഉപയോഗിച്ച്
അതര ഫണ്ട് കഴിഞ്ഞും ചെയ്തു. ഇനി അടുത്ത് വന്നിട്ട് വേണം 4 കോടിയോളം രൂപക്ക് വീണ്ടും അപേക്ഷിച്ചിട്ട് എന്നാണ് ലാസ്റ്റ് ഇലക്ഷൻ വിങ്ങിൽ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്. തരേണ്ടത് ഇലക്ഷൻ വിങ്ങാണ് തരേണ്ടത്. ഇതിപ്പോൾ മലപ്പുറം ജില്ലയിൽ എത്ര പേർക്ക് കിട്ടാണ്ടാവും? എത്ര ലക്ഷം? ജില്ലയിൽ എന്തായാലും ഒരു 4 ജില്ലയിലും കോടി എന്തായാലും ഉണ്ടാവും. കറക്റ്റ് നമുക്കറിയില്ല. മലപ്പുറത്ത് ഏകദേശം 10-40 ആളുകൾക്ക് മലപ്പുറം മഞ്ചേരി മണ്ഡലം, മലപ്പുറം മണ്ഡലം, ഏറനാട് മണ്ഡലത്തിൽ കിട്ടാനുള്ളതായിട്ട് നമുക്ക് റിപ്പോർട്ട് 40ഓളം പേർക്കുണ്ട്. അത് നിങ്ങൾ അറിയില്ല. പാലക്കാട്ടെ ലഹരി വേട്ടയിൽ മുഖ്യപ്രതിയായ മണ്ണാർക്കാട് സ്വദേശി സലിം കസ്റ്റഡിയിൽ. ലഹരിക്കടത്തിന്റെ മുഖ്യ സൂത്രധാരനാണ് സലിം. ലഹരിക്കടത്തിന്റെ പ്രധാന സാമ്പത്തിക സ്രോതസ്സും ഇയാളാണെന്നാണ് നിഗമനം. ഇന്നലെയാണ് 1 കോടി രൂപയുടെ മയക്കുമരുന്ന് പിടിച്ചത്. MDMAക്ക് പുറമെ കൊക്കെയിൻ, ഹൈബ്രിഡ് കഞ്ചാവ്, LSD സ്റ്റാമ്പ് എന്നിവയും പിടിച്ചെടുത്തിട്ടുണ്ട്. കാഞ്ഞിരപ്പള്ളി സ്വദേശി മുഹമ്മദ് നിസിൻ, വേങ്ങര അസറുദ്ദീൻ, ഭാര്യ മംഗലാപുരം സ്വദേശി ബി ഫാത്തിമ എന്നിവരാണ് പിടിയിലായത്. ഓണക്കാലത്തെ സ്പെഷ്യൽ വിൽപ്പനയ്ക്ക് വേണ്ടിയാണ് പ്രതികൾ ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്ക് MDMA എത്തിച്ചത് എന്നാണ് വിവരം. ലഹരി കണ്ണികൾക്കെതിരെയും ലഹരി വ്യാപനത്തിനെതിരെയും ന്യൂസ് 18 നടത്തുന്ന AD 2026 ക്യാമ്പയിന്റെ ഈ അധ്യയന വർഷത്തെ 2ാം എഡിഷൻ ഇന്ന് തൃശ്ശൂരിൽ നടക്കുകയാണ്. എൽത്തുരുത്ത് സെന്റ് അലോഷ്യസ് കോളേജിൽ ഉച്ചയ്ക്ക് 1 മണിക്കാണ് പരിപാടി. പരിപാടിയിൽ അഡ്വക്കേറ്റ് രാജൻ ജെ പലൻ MLA, തൃശൂർ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ, തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നക്കുൽ രാജേന്ദ്ര ദേശ്മുഖ്, കോളേജ് മാനേജർ ഫാദർ എബ്രഹാം കുരിശ്ശേരി, പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ സുധീർ സെബാസ്റ്റ്യൻ, ഗായിക പ്രസീത ചാലക്കുടി, ഗായകൻ സന്നിധാനന്ദൻ, ബിഗ് ബോസ് താരം TS അനീഷ് തുടങ്ങിയവർ പങ്കെടുക്കും. കരിങ്കാളി മ്യൂസിക് ബാൻഡും പങ്കാളികളാവും. ഈ അധ്യയന വർഷം തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് സ്കൂളിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ് ക്യാമ്പയിന്റെ 2ാം ഘട്ടത്തിന് തുടക്കമിട്ടത്. കഴിഞ്ഞ വർഷം ജൂണിൽ എറണാകുളം കാക്കനാട് രാജഗിരി കോളേജ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് അപ്ലൈഡ് സയൻസിലായിരുന്നു ന്യൂസ് 18 ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾക്ക് തുടക്കമായത്. പിന്നീട് കോഴിക്കോട് ദേവഗിരി സെന്റ് ജോസഫ്സ് കോളേജ്, മാന്നാനം KE കോളേജ്, തിരുവനന്തപുരം മാർ ഇവാനിയസ് കോളേജ് എന്നിവിടങ്ങളിലും വിപുലമായി ക്യാമ്പയിൻ നടത്തിയിരുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ പുതിയ ജനറൽ സെക്രട്ടറിയെ തീരുമാനിക്കുന്നതിൽ തർക്കം. തിങ്കളാഴ്ച ചേർന്ന കേന്ദ്ര മുഷാവറ യോഗം തീരുമാനമാകാതെ പിരിഞ്ഞു. അനീഷ് കുമാർ ഇപ്പോൾ നമ്മളുമായി ചേരുന്നുണ്ട്. അനീഷ്, എന്തൊക്കെയാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ? കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ സമസ്തയ്ക്കുള്ളിൽ 2 വിഭാഗമായി വേർതിരിഞ്ഞാണ് പ്രവർത്തനം നടക്കുന്നത്. അതിൽ ലീഗിനെ അനുകൂലിക്കുന്നവരും ലീഗിനെ എതിർക്കുന്നവരും എന്ന 2 ചേരിയായി തന്നെ നിലനിൽക്കുന്നു. എന്തായാലും ഈ വിഭജനം അല്ലെങ്കിൽ ഈ ഭിന്നത ഇപ്പോഴും സമസ്തയ്ക്കുള്ളിൽ തുടരുന്നു എന്നത് തന്നെയാണ് ഇന്നലെ നടന്ന സംഭവവാസങ്ങളും തെളിയിക്കുന്നത്. സമസ്തയുടെ ജനറൽ സെക്രട്ടറി K. ആലിക്കുട്ടി മുസ്ലിയാർ ജൂലൈ 23 മരിച്ചിരുന്നു. ഇതേ തുടർന്നാണ് പുതിയ ജനറൽ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കേണ്ട ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. ഇന്നലെ ചേർന്ന മുഷാവറ യോഗം വളരെ വിശദമായി തന്നെ ഇക്കാര്യം ചർച്ച ചെയ്തു. ഈ യോഗത്തിൽ 2 പക്ഷവും, അതായത് ലീഗിനെ അനുകൂലിക്കുന്നവർ അവരുടെ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ പേരും മറിച്ച് ഔദ്യോഗിക വിഭാഗം മറ്റൊരു പേരുമായി മുന്നോട്ട് വരികയാണ്. ഇതിൽ ലീഗ് നിർദ്ദേശിച്ച പണ്ഡിതർ ജോയിന്റ് സെക്രട്ടറി ഇപ്പോൾ നിലവിലുള്ള MT അബ്ദുള്ളക്കുട്ടി മുസ്ലിയാർ, ട്രഷറർ കൊയ്യോട് PP ഉമ്മർ മുസ്ലിയാർ എന്നിവർക്ക് വേണ്ടിയാണ് ലീഗ് അനുകൂലികൾ വാദിച്ചത്. മുതിർന്ന പണ്ഡിതനായ കോട്ടുമല മൊയ്തീൻകുട്ടി മുസ്ലിയാർക്കായി ഔദ്യോഗിക വിഭാഗവും നിലകൊള്ളുന്ന കാഴ്ച. എന്തായാലും ഇരു വിഭാഗത്തിനും ഒരു യോജിപ്പിലെത്താൻ കഴിയാത്തതിനാൽ അടുത്ത മുഷാവറയിലേക്ക് തീരുമാനമെടുക്കുന്നത് മാറ്റുകയും MT അബ്ദുള്ള മുസ്ലിയാർക്ക് ജനറൽ സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതല നൽകുകയുമായിരുന്നു. എന്തായാലും ഈ സംസ്ഥാനത്ത് ഭരണമാറ്റമടക്കം ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ ലീഗുമായി ചേർന്ന് നിൽക്കുന്നവർ ജനറൽ സെക്രട്ടറി ആവണമെന്നായിരുന്നു ഈ ലീഗ് വിഭാഗത്തിന്റെ ഒരു ആവശ്യം. പക്ഷേ ആ കാര്യം പൂർണ്ണമായി അംഗീകരിക്കപ്പെട്ടിട്ടില്ല. താൽക്കാലികമായി ഒരു ജനറൽ സെക്രട്ടറിയെ നിയോഗിച്ചുകൊണ്ടാണ് ആ കാര്യങ്ങൾ അവസാനിച്ചിരിക്കുന്നത്. ശരി, MS അനീഷ് കുമാറാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് നൽകിയത്. കർണാടകയിൽ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ വീണ്ടും പരാതികൾ ഉയരുകയാണ്. വോട്ടർമാരോട് കാട്ടുന്ന ഗുരുതരമായ അനീതിയിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടൻ പ്രകാശ് രാജും വിവിധ സംഘടനകളും കർണാടക മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. വോട്ടർമാരെ ഒഴിവാക്കാനുള്ള നിർദ്ദേശങ്ങളുടെ അനുപാതം ഏറ്റവും കൂടുതലായി രേഖപ്പെടുത്തിയത് കർണാടകയിലാണെന്നാണ് ഇവരുടെ ആരോപണം. അമേരിക്കയിൽ ട്രംപിന്റെ ജനപ്രീതി ഗണ്യമായി ഇടിയുന്നു.
വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് നടത്തിയ സർവേയിൽ 33% ട്രംപിന്റെ ജനപ്രീതി. പശ്ചിമേഷ്യൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെ വൈറ്റ് ഹൗസിന്റെ പ്രവർത്തനങ്ങളെ 64% പേർ എതിർക്കുകയാണ്. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും വി വിനോദാണ് നമ്മളോടൊപ്പം ചേരുന്നത്. വിനോദ്, ട്രംപിന്റെ ജനപ്രീതി നല്ല രീതിക്ക് ഇടിയുന്ന ഒരു വാർത്തയാണ് വരുന്നത്. റോയിറ്റേഴ്സ് പുറത്തുവിട്ട കണക്കനുസരിച്ച് 33% മാത്രമാണ്. എന്താണ് ഇതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ? എന്താണ് നമുക്ക് കാട്ടിത്തരുന്നത് ശരിക്കും? ഈ പശ്ചിമേഷ്യൻ യുദ്ധം തുടരുന്നതിനിടെയാണ് ട്രംപിന്റെ ജനപ്രീതി അമേരിക്കയിൽ ഗണ്യമായി ഇടിയുന്നത്. കാരണം യുദ്ധവുമായി ബന്ധപ്പെട്ട് തന്നെ പലർക്കും ഇതിനോട് യോജിപ്പില്ല. അമേരിക്കയിലെ വലിയൊരു വിഭാഗം ജനങ്ങളും ഇതിനെ എതിർക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. മാത്രമല്ല, ഇപ്പോൾ എബ്രഹാം ലിങ്കൺ പടക്കപ്പലുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായ വിവാദം അത് വലിയ തോതിൽ ട്രംപിന്റെ ജനപ്രീതി ഇടിയുന്നതിന് കാരണമാക്കിയിട്ടുണ്ട്. 35% ഈ മാസം ആദ്യം ഇങ്ങനെ ഒരു സർവേ നടത്തുമ്പോൾ അതാണിപ്പോൾ 33% ഇടിഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, നവംബറിൽ അമേരിക്കൻ സർക്കാരിൻ്റെ ഇടക്കാല ഹിതപരിശോധന വരികയാണ്. അവിടെ ട്രംപിന് നേരിട്ട് ബാധിക്കുന്ന ഒരു കാര്യമല്ലെങ്കിൽ പോലും തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഭരണത്തെ ബാധിക്കുന്ന തരത്തിൽ തന്നെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രതിഫലനമായി തന്നെയാണ് ഈ സർവേയെ കാണേണ്ടത്. ഇപ്പോൾ റോയിറ്റേഴ്സാണ് ഇങ്ങനെ ഒരു സർവേ നടത്തിയിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ താല്പര്യപ്രകാരം ഇങ്ങനെ ഒരു യുദ്ധത്തിലേക്ക് ചാടിപ്പുറപ്പെട്ടു എന്ന വികാരം തന്നെയാണ് പൊതുവിലുള്ളത്. മാത്രമല്ല, ഈ യുദ്ധം അമേരിക്കയ്ക്ക് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ഇന്ധനവില വർധന അടക്കമുള്ള കാര്യങ്ങൾ ജനങ്ങളെ അലട്ടുന്നുണ്ട്. കഴിഞ്ഞ തവണത്തെ ഈ സമയവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഗ്യാസിനൊക്കെ 27% വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. അത് ജനങ്ങൾ സഹിക്കണം. ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഉണ്ടാകുന്ന കാര്യങ്ങൾ ജനങ്ങൾ സഹിക്കണം എന്നാണ് ട്രംപ് പറയുന്നത്. നേരത്തെ 2017 ഡിസംബറിലാണ് ഈ തരത്തിൽ ട്രംപിൻ്റെ നേരത്തെയുള്ള ഭരണസമയത്ത് വളരെ താഴ്ന്ന നിലയിലേക്ക് അദ്ദേഹത്തിൻ്റെ ജനപ്രീതി ഇടിഞ്ഞുപോയത്. അതിന് ശേഷം ഇതിപ്പോൾ ആദ്യമായാണ് ഇത്രയും കണ്ട് ട്രംപിന്റെ ജനപ്രീതി താഴ്ന്നു പോകുന്നത്. ശരി, ന്യൂസ് ഡെസ്കിൽ നിന്നും വി വിനോദാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് നൽകിയത്. ജൂലി പോൾ ചക്കിയത്ത് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ജൂലി. ഷിഹാബ് ലിമാർ ഹായ് പറയുന്നു. ഹായ്. ഒരുപാട് മെസ്സേജസ് നമുക്കിന്ന് വരുന്നുണ്ട്. ഹോപ്സ് കോപ്സ് ഇത് ആരും ഇല്ലേ ഇന്ന് എന്ന് ചോദിക്കുന്നുണ്ട്. എല്ലാവരും രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. ശരി, രാജകുമാരി ഗ്രൂപ്പിന്റെ തിരുവനന്തപുരം MG റോഡിലെ നവീകരിച്ച രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സ് ഷോറൂം മഹിമ നമ്പ്യാർ ഉദ്ഘാടനം ചെയ്തു. ഓഗസ്റ്റ് 17, 18, 19 തീയതികളിലായി പ്രത്യേക ആഘോഷ പരിപാടികളും ഓഫറുകളും രാജകുമാരി ഒരുക്കിയിട്ടുണ്ട്. ഉദ്ഘാടന സമയം സന്നിഹിതരായവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ 3 പേർക്ക് ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, LED TV എന്നിവ സമ്മാനമായി നൽകി. കൂടാതെ 3 കോടി രൂപയുടെ സമ്മാനങ്ങളാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ഗോൾഡ് കോയിൻ, സ്വർണ്ണാഭരണങ്ങൾ, LED TV, വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, എയർ കണ്ടീഷണർ തുടങ്ങിയ നിരവധി സമ്മാനങ്ങൾ ഉൾപ്പെടുന്ന പ്രത്യേക ഓണം ഓഫറുകളും രാജകുമാരിയിൽ ഒരുങ്ങിയിട്ടുണ്ട്. അടുത്തതായി നമുക്ക് നമ്മുടെ സ്പെഷ്യൽ ഡേ സെഗ്മെന്റിലേക്ക് പോകാം. നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് അരുൺ പള്ളിപ്പുറത്തിന്റെയും അജീഷ്മയുടെയും മകൾ ഇവാനിയ എസക്കിയലിന്റെ 6ാം ജന്മദിനമാണിന്ന്. പപ്പയും മമ്മിയുമാണ് ഇവാനിയയ്ക്ക് ആശംസകൾ അറിയിച്ചിരിക്കുന്നത്. കൂടാതെ ഞങ്ങളുടെ പ്രേക്ഷകരുടെയും ന്യൂസ് 18 കുടുംബത്തിന്റെയും കൂടി ആശംസകൾ അറിയിക്കുന്നു. എല്ലാവരും ഓണത്തിന്റെ തിരക്കുകളിലാണെന്ന് അറിയാം. പൂ വാങ്ങാനും ഓണക്കോടി എടുക്കാനും പ്ലാൻസ് ഒക്കെ ഉണ്ടാക്കാനും ഒക്കെ ഉള്ളൊരു തിരക്കിലാണ് എല്ലാവരും. ഇന്നത്തെ വാർത്തകൾ, ഇന്നത്തെ മോർണിംഗ് ഷോ ഇവിടെ അവസാനിക്കുകയാണ്. നാളെയും ഇതേ സമയം രാവിലെ കൃത്യം 7 മണിക്ക് തന്നെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ഞാൻ തിരികെ എത്താം. അച്ചാൻസ് ഗോൾഡ് പ്രസൻസ് ന്യൂസി മോർണിംഗ് ഇന്ന് ഇവിടെ അവസാനിക്കുന്നു. പോലീസ് പെട്രോളുമായി അല്പസമയത്തിന് ശേഷം തിരികെ എത്തുന്നതായിരിക്കും. ദിസ് ഇസ് സെറാമിയ ഐസൻ സൈനിങ് ഓഫ്.